السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട ക്യാമ്പ് അംഗങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വേദിയിൽ നമുക്ക് ഒത്തുകൂടാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലെ SSFൻ്റെ ഈ വേദി ജീവിതത്തിൽ മറക്കാത്ത ഒരു വേദിയാണ്. കാരണം ആദ്യമായിട്ട് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് പെട്ടെന്നൊരു ചെറിയ അപകടത്തിൽ കുടുങ്ങി ഏകദേശം ഒരു 5 മാസത്തോളം കിടപ്പിലായത്. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി വളരെ സന്തോഷകരമായി അതിൽ നിന്ന് സലാമത്തു നേടി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. തിരുശേഷിപ്പുകളും അവയുടെ മഹത്വവും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തപ്പോൾ ഇതിനേക്കാളേറെ മനോഹരമായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ ചർച്ച ചെയ്യാനെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യാദൃച്ഛികമെന്ന് പറയാം, ഏറ്റവും ഫിറ്റായ ഒരു വിഷയമായി ഇത് നിലകൊള്ളുകയാണ്. ആഗോളത്തിൽ ഈമാൻ കുറഞ്ഞ മനുഷ്യർ, അങ്ങനെ തന്നെ പറയാണ്, ഇനി അതിലൊട്ടും പേടിക്കേണ്ടതില്ല. ഈമാൻ കുറഞ്ഞ മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈമാൻ ഇല്ലാത്തവരും ഈമാൻ കുറഞ്ഞ മനുഷ്യരും സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വിഷയം ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേരത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്ന് പറയുമ്പോൾ തിരുശേഷിപ്പുകളെ കൊഞ്ഞനം കുത്തുന്ന ഒരു വിഭാഗമുണ്ട്. അവിടുന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. എന്താണ് തിരുശേഷിപ്പുകൾക്ക് അർത്ഥം? ഏതൊരു മനുഷ്യൻ, ഏതൊരു ലീഡറാവട്ടെ, ആ നേതാവ് പഠിപ്പിച്ച ആദർശങ്ങൾക്കല്ലേ വാല്യൂ. ആ ആള് ഉപയോഗിച്ച
മുണ്ടിനെന്ത് സ്ഥാനമാണ്? അവിടുന്ന് ഉപയോഗിച്ച ചെരുപ്പിനെന്ത് സ്ഥാനമാണ്? ചീകിയ ചീർപ്പിനെന്ത് സ്ഥാനമാണുള്ളത്? ഉപയോഗിച്ച വാഹനങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? പേനക്ക്, സീല് വെക്കാൻ ഉപയോഗിച്ചിരുന്ന മുദ്രക്ക് എല്ലാം എന്തു സ്ഥാനമാണുള്ളത്? ആ ലീഡറുടെ തലയിലും താടിയിലുമൊക്കെ കിടന്നിരുന്ന മുബാറക്കായ ഷയറുകൾ അതിനെന്ത് സ്ഥാനമാണുള്ളത് എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. അവരോടായി ആദ്യം പറയേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് ഇത്തരം അഭിപ്രായങ്ങൾ വരുന്നതിനോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അതേസമയം ആ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പിന്നെ തിരുശേഷിപ്പിന്റെ കാര്യത്തിലല്ല, ആ വ്യക്തിയുടെ ആദർശത്തിന്റെ കാര്യത്തിലും അവർക്ക് അഭിപ്രായ വ്യത്യാസമാണ്. അപ്പൊ അവരെ ആദ്യം പറഞ്ഞ് സമ്മതിപ്പിച്ചു കൊണ്ടുവരേണ്ടത് അവിടുന്ന് ഇങ്ങോട്ടാണ്. അത് ശരിക്ക് സമ്മതിച്ചെങ്കിലേ ഈ വ്യക്തി ആരാന്ന് തിരിയും. ആ വ്യക്തിയെ മനസ്സിലാക്കിയെങ്കിലേ വ്യക്തിയുടെ തിരുശേഷിപ്പുകളുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിച്ചത് ഖുർആൻ ഒന്നാം പ്രമാണമായിട്ട് കണ്ടിട്ടാണോ? എങ്കിൽ ഖുർആൻ തിരുശേഷിപ്പുകൾക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. എന്തുകൊണ്ട്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ ആ സംഭവം മുഴുവൻ പറയുന്നില്ല, ഒരു പേജ് ഉണ്ട് അത് ഖുർആനിൽ. അതിൻ്റെ ആ മർമ്മം മാത്രം സംസാരിക്കാം. ഞാൻ ഓതി വെച്ചതാണ് അതിലെ മർമ്മം. ബനൂ ഇസ്രായേൽ, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് ശേഷം പല പ്രവാചകന്മാരും കടന്നു വന്ന് ഈസ നബി അലൈഹിസ്സലാം വരുന്നതിൻ്റെ തൊട്ടു മുമ്പിൽ, അതായത് 1000ഓളം വർഷങ്ങൾക്ക് മുമ്പ്, ശംവീൽ നബി അലൈഹിസ്സലാം അവരിലേക്ക് കടന്നു വന്ന് പ്രബോധനം നടത്തുന്ന കാലഘട്ടം. ശംവീൽ നബിക്ക് അങ്ങേയറ്റം പ്രായമായി. ശംവീൽ അലൈഹിസ്സലാമിനോട് അനുയായികൾ വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, തങ്ങൾക്കൊരുപാട് പ്രായമായി. അങ്ങനെ ഉണ്ടാവില്ല, ലീഡർക്ക് പ്രായമാകുമ്പം ആ ലീഡറുടെ സ്ഥാനത്ത് നിന്ന് ഉമ്മത്തിനെ നിയന്ത്രിക്കാൻ മറ്റൊരാൾ വേണം. ആ നിലക്ക് അവർ പറഞ്ഞു. അതാണ് ഞാൻ ആ വിഷയം മൊത്തം പറയല്ല, ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഈ കഥ ഇത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സൂറത്തുൽ ബഖറയിൽ അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ഇബ്അസ് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. ജാലൂത്തിന്റെ അക്രമം സഹിക്കാൻ കഴിയാതെ ബനു ഇസ്രായേലിനെ, ഇസ്രായേൽ ജനതയെ, ഇസ്രായേല്യരെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിന് പ്രതിരോധം തീർക്കണമെങ്കിൽ നല്ല യുക്തിമാനായ ഒരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ സംഘടിച്ചിട്ട് തിരിച്ചടിക്കണം. സമരത്തിന് ഒരു ക്യാപ്റ്റൻ വേണം, ഒരു ലീഡർ വേണം. ശംവീൽ അലൈഹി ഇസ്ലാമിനോട്, അവരുടെ പ്രവാചകനോട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് വയസ്സായി, മൂലയിൽ കുത്തിയിരിപ്പാം, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിനെ തെരഞ്ഞെടുത്ത് തരിക. രാജഭരണത്തിൻ്റെയും ഖിലാഫത്ത് ഭരണത്തിൻ്റെയും അന്തരങ്ങളൊന്നും അറിയാത്ത ഒരു വിഭാഗം, അവർ രാജഭരണമാണ് ചോദിച്ചു വാങ്ങാൻ പോകുന്നത്. അത് വേറൊരു സംഭവമാണ്. അതിൽ ഏതായാലും രാജാവിനെ ചോദിച്ചു. അപ്പൊ അവർക്ക് വേണ്ടി ഒരു രാജാവിനെ നൽകുകയാണ്. ബഹുമാനപ്പെട്ട ശംവീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഖലീഫ എന്ന നിലയിൽ ശരിക്കും ഇവർ ചോദിക്കേണ്ടിയിരുന്നത് ഖലീഫയെയാണ്. പക്ഷെ പറഞ്ഞത് ഇത് ഖാലൂ ലിനബിയ്യിൻ ലഹും ഇബ്അസ് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. ഒരു രാജാവിൻ്റെ കീഴിൽ ഞങ്ങളെ ഒന്ന് ഏകോപിപ്പിച്ച് തന്നാൽ ബനൂ ഇസ്രായേല്യരായ ഞങ്ങള് സംഘടിച്ച് ജാലൂത്തിനും അനുയായികൾക്കും നേരെ പോരാടിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ശംവീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല, അങ്ങനെയെങ്ങാനും സമരം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുവോ? ഖാല ഹൽ അസൈതും മിൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു. അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്ന് ഞങ്ങളെ അടിച്ചിറക്കിയിരിക്കുകയാണ്, ഞങ്ങളുടെ സ്വന്തം മക്കളിൽ നിന്ന് ഞങ്ങളെ ആട്ടിയോടിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തില്, വൈകാരികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ തിന്മയോട് പോരാടാതിരിക്കാൻ, തിന്മയുടെ വക്താക്കളോട്, അക്രമികളോട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് പോരാടാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തു കുഴപ്പമുള്ളത് എന്ന് ചോദിച്ചു.
അങ്ങനെ ബഹുമാനപ്പെട്ട ശംബീൽ അലൈഹി ഇസ്ലാം ദുആയിരുന്നു. അള്ളാഹു ഒരു രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ പാരമ്പര്യമായി ഇവരിൽ രാജാക്കൾ വരുന്ന ആ രാജ കുടുംബത്തിൽ നിന്നല്ല വന്നത്. പിന്നെ തോലൊക്കെ ഊറക്കിട്ട് ജീവിക്കുന്ന ഒരു പാവം ഒരു മനുഷ്യനുണ്ടായിരുന്നു, താലൂത്ത്. അദ്ദേഹത്തെയാണ് രാജാവായി നിശ്ചയിച്ചു കൊടുത്തത്. അത് അള്ളാഹു അവർക്കൊരു പരീക്ഷണമായിട്ട് കൊടുത്തതാ. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക. ത്വാലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോഴേക്ക് ഇവരുടെ തനി സ്വഭാവം പുറത്തു വന്നു ഇസ്രായേല്യരുടെ. ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻ വലം യുഅത സഅതൻ മിനൽ മാൽ. അയാൾക്ക് എങ്ങനെ അങ്ങോട്ട് അധികാരം കിട്ടുക? അയാളല്ലല്ലോ രാജാവാവേണ്ടത്. രാജാവാവേണ്ടത് ഞങ്ങളെ ഇന്ന കുടുംബത്തിൽപ്പെട്ടോല രാജാവാവേണ്ടത്. അപ്പോഴേക്ക് സോക്കേട് തുടങ്ങി. മാത്രമല്ല, ഇനി തറവാട് മഹിമ പറയാനില്ലെങ്കിൽ പോകട്ടെ നോക്കാം. ഒരു 10 റുപ്യൻ്റെ കഴിവുണ്ടെങ്കിൽ, ആശ്വാസം ഉണ്ടെങ്കിൽ, വലം യുഅത സഅതൻ മിനൽ മാൽ, കൂടുതൽ സാമ്പത്തിക ആസ്തിയില്ല. പിന്നെ എങ്ങനെയാണ് ഇയാളെ ലീഡറാകാൻ ഒക്കുക? അപ്പോൾ ശംബീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഇന്നല്ലാഹ സ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ രാജാവായി, നേതാവായി, നിങ്ങൾക്ക് ലീഡറായി പടച്ചോൻ നിശ്ചയിച്ചു തന്നത്. പിന്നെ ലീഡർക്ക് വേണ്ട 2 ക്വാളിറ്റിയാണ് ഉള്ളത്. ആ 2 ഇയാളിലുണ്ട്. സാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി. ആകാര ഭംഗി കൊണ്ടും അറിവ് കൊണ്ടും ത്വാലൂത്ത് ഒരു സംഭവമാണ്. വേണ്ടുവോളം ആകാരഭംഗിയുണ്ട്, അറിവുണ്ട്. അപ്പോൾ ഒരു ലീഡർക്ക് വേണ്ടത് അതാണ്. ഒന്ന് ആകാരഭംഗി വേണം, അതുപോലെ തന്നെ അറിവും വേണം. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കാണാനും ദമ്മായിരിക്കണം ലീഡർ. നമ്മൾ ആ അനുഗ്രഹങ്ങളൊക്കെ വേണ്ടുവോളം ആസ്വദിച്ചവരാ. സുൽത്താനുൽ ഉലമ, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഒരു സ്റ്റേജിൽ കൊണ്ടുപോയി വെച്ചാൽ കാണാനും ഉണ്ട്, നല്ല ഇൽമു, ആഴമുള്ള ഇൽമു. ഒരു നേതാവിന് വേണ്ട പവർ, അത് 2ഉം പ്രധാനമാണ്. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതെയായാൽ ജനം അംഗീകരിക്കാൻ ഒരു പ്രയാസമായിരിക്കും. ഈ ത്വാലൂത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു വേദിയിൽ ത്വാലൂത്ത് ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും ഒരല്പം ഇയാളുടെ ഷോൾഡറാ പൊങ്ങി നിൽക്കുക എന്നാണ്. സുൽത്താനുൽ ഉലമ അങ്ങനെയാണ്. ഒരു സ്റ്റേജൊക്കെ ഒന്ന് നോക്കേണ്ടി, എപ്പോഴും ഉസ്താദ് ഒരനക്ക് അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. എങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഹൈറ്റുള്ള ആളാണ്, നല്ല ഹൈറ്റുള്ള ആളാണ് ഉസ്താദ്. ഒരനക്കം തലപ്പൊക്കം കൂടുതലായിരിക്കും. ത്വാലൂത്തിൻ്റെ ഈ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ പറഞ്ഞു, അള്ളാഹു യുഅ്തി മുൽക്കഹു മൻ യശാ. അള്ളാഹു ആർക്കാണ് അവൻ്റെ അധികാരം കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ കൊടുക്കുക. അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള തറവാട് മഹിമയല്ല അതിൻ്റെ മാനദണ്ഡം, സമ്പത്തല്ല അതിൻ്റെ മാനദണ്ഡം എന്നൊക്കെ പറഞ്ഞു. ഇവരിത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു, അത് ഉൾക്കൊള്ളാൻ, എന്നാലേ അള്ളാഹു എന്നോട് പറഞ്ഞത് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മഹാത്ഭുതം ദൃഷ്ടാന്തമായി നിങ്ങളുടെ മുമ്പിൽ വരും എന്നാണ്. അതാണ് നമ്മളെ വിഷയം. വഖാല ലഹും നബിയ്യുഹും, അവരുടെ പ്രവാചകൻ ശംബീൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്ന ആയത മുൽക്കിഹി, ഞാനിപ്പറഞ്ഞ ത്വാലൂത്താണ് നിങ്ങളുടെ രാജാവെന്നതിൻ്റെ തെളിവ്. അയ്യഅ്തിയകുമുത്താബൂതു, കാലങ്ങളായിട്ട് നിങ്ങൾക്ക് കൈമോശം വന്ന ആ വിശുദ്ധ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടലാം. അയ്യഅ്തിയകുമുത്താബൂത്, ബനൂ ഇസ്രായേൽ നേരത്തെ കൊണ്ടു നടന്നിരുന്നതാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി. മൂസാ നബി അലൈഹി ഇസ്ലാമിന് മന്നും സെൽവ ഇറക്കി കൊടുത്തപ്പോൾ ആ മണ്ണ് സെൽവയുടെ സാമ്പിൾ. പിൽക്കാലക്കാർക്കും അതൊക്കെ ഒന്ന് നോക്കി ആസ്വദിക്കാൻ, ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിച്ചാൽ തീർന്നു. അപ്പോൾ ഉപയോഗിക്കാതെ എങ്ങനെ എന്ത് ചെയ്യണം, ആസ്വദിക്കണം. അങ്ങനെയൊക്കെ ഞങ്ങളെ മുൻഗാമികൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തിരുന്നു. അപ്പോൾ ഈ കട്ടിത്തേന്, കാടപ്പക്ഷി, ഇതിൻ്റെയൊക്കെ ഒരു സാമ്പിള് ഇതൊക്കെ അടക്കം ചെയ്തിട്ട് ഈ പെട്ടിയിൽ വെച്ചിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വടി ഉണ്ടായിരുന്നു, ആ അത്ഭുത വടി. അതേ രൂപത്തിൽ തന്നെയാണ് മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയ തൗറാത്തിന്റെ ശിലാഫലകങ്ങൾ ഉണ്ടായിരുന്നു അതിൽ, ആ പെട്ടിയിൽ. ഇതെല്ലാം ഉണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാം ഉപയോഗിച്ച ചെരുപ്പുണ്ടായിരുന്നു, അതിലുള്ള സാധനങ്ങൾ അതൊക്കെ.
അപ്പൊ ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതെന്നോ കൈമോശം വന്നതാണ്. അന്ന് ബനു ഇസ്രായേൽ സമരത്തിന് പോകുന്ന സമയത്ത് ഈ പെട്ടി കൊണ്ടിട്ട് ആ സമരത്തിന് പോവുക. പെട്ടി മുന്നേ പിടിച്ചിട്ട് ആളുകൾ സമരം ചെയ്യും. ഈ പെട്ടിയിലുള്ള തിരുശേഷിപ്പുകളുടെ ബർക്കത്ത് കൊണ്ട് സമരം ജയിച്ചടക്കും. ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. ഇത് നഷ്ടപ്പെട്ട സങ്കടത്തിലായിരുന്നു. അപ്പൊ താലൂത്ത് തന്നെയാണ് നിങ്ങളുടെ രാജാവ് എന്നതിന്റെ തെളിവ് ഈ തിരുശേഷിപ്പുകളുടെ പെട്ടി തിരിച്ചിട്ട് ഞങ്ങൾ സമ്മതിക്കുകയോ വെച്ച്. ബനു ഇസ്രായേൽ വലിയ സങ്കടത്തിൽ നിൽക്കുകയാണ്. അവർ പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിക്കാം. അങ്ങനെയാണ് ആ സംഭവം വരുന്നത്. അയ്യത്തിയക്കുമുത്താബൂത്തു, ആ പെട്ടി നിങ്ങൾക്ക് വന്നെത്തും. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, ആ പെട്ടിയിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാന്തിയുണ്ട്. ആ പെട്ടി മുമ്പിൽ വെച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും. വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ, മൂസ അലൈഹിസ്സലാമും ഇക്കാക്ക ഹാറൂൻ നബിയും ആ കുടുംബം, മൂസ ഹാറൂൻ കുടുംബം ഉപേക്ഷിച്ചിട്ട് പോയ തിരുശേഷിപ്പുകളും അതിലുണ്ട്. വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ. മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരോടാ പറയണത്. അവരോടാ നമുക്ക് പറയാനുള്ളത് ഖുർആനാണ്. എന്താ അതിന് നിങ്ങൾ അർത്ഥം വെക്കുക? ഇവരെന്തർത്ഥം വെക്കുമ്പോൾ ബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ, തഫ്സീറല്ലല്ലോ, ആരോ എഴുതി കൊടുത്തതല്ലല്ലോ, ഖുർആനിലെ വാക്കാണത്. മൂസ കുടുംബവും ഹാറൂൻ കുടുംബവും ബാക്കി വെച്ചു പോയ ഹാറൂൻ നബിയുടെ തൊപ്പി, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നാ. പല തഫ്സീറുകളും പല രൂപത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു തഹ്മിലുഹുൽ മലായിക, മുസ്ലിമീങ്ങളുടെ വിജയരഹസ്യം ഇതാന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ഈ പെട്ടി അവരിൽ നിന്ന് തട്ടിയെടുത്തതായിരുന്നു അന്ന്. എന്നിട്ട് അവരത് ഒളിത്താവളത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് ആണിയടിച്ച് ഭദ്രമായി വെച്ചിരിക്കുകയായിരുന്നു ഒരു ഒളിത്താവളത്തിൽ. അവിടെ നിന്ന് മലക്കുകൾ അത് എടുത്തു കൊണ്ടുവന്ന് താലൂത്തിന്റെ മുമ്പിലെത്തിക്കും. അപ്പം അങ്ങ് ഉറപ്പിക്കുക, താലൂത്തിന് അല്ലാഹു തആല അധികാരം നൽകിയിരിക്കുന്നു. ഇതാണ് തെളിവ്. ഇന്ന ആയത മുൽക്കിഹി അൻ യഅതിയകുമുത് താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ തഹ്മിലുഹുൽ മലായിക, മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരും. അങ്ങനെ മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നു. മലക്കുകൾ വഹിച്ചു കൊണ്ടുവന്ന രൂപം എങ്ങനെയാ? മലക്കുകൾ അവർ കാണുകയല്ല, ഒരു വാഹനപ്പുറത്ത്, ഒരു കാളവണ്ടിയുടെ പുറത്ത്, കാളവണ്ടിക്കാരനില്ലാതെ കാളയും കാളവണ്ടിയുള്ളൂ, അതിൻ്റെ മുകളിൽ ഈ പെട്ടി താലൂത്തിന്റെ വീട്ടുപടിക്കലേക്ക് ഇങ്ങോട്ട് വരികയാണ്. ഇവരിങ്ങനെ കാത്തുക്കെ വരുന്നത്, എല്ലാവരും കാണുകയാണ്. തൊളിക്കാൻ ആളില്ല, ഡ്രൈവറില്ലാത്ത കാറ് പോലെയാണ് അന്ന് ഈ കാളവണ്ടി വന്നത്. ഇവിടെയാ ചിലർക്ക് പിഴച്ചത്. മലക്കൾ കൊണ്ടുവന്നു എന്ന് പറയാൻ ചിലർക്കൊരു പ്രയാസം. അപ്പോൾ ഒരു പറഞ്ഞു മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ കാളവണ്ടിയാണ്. മലായിക്കത്തിന് കാളവണ്ടി എന്ന് അർത്ഥം വെച്ചോലുണ്ട്. ആ കാളവണ്ടിയിൽ വെച്ചത് കൊണ്ടുവന്നത് മലക്കുകളാണ്. അതാണ് തഹ്മിലുഹുൽ മലായിക്ക. എത്രമാത്രം മലായിക്കത്തിനെ നിന്ദിക്കലാണ് ആ അർത്ഥമൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തലക്ക് സുഖമില്ലാത്തൊരു മലയാളത്തിൽ എഴുതി വെച്ചതാണ്. ഇവിടെ മലായിക്കത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം കാളവണ്ടി ആയിരിക്കും. കാരണം തഫ്സീറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ കാളവണ്ടിയിലൂടെയാണ് അത് എത്തുന്നത്. അതിനെ തൊളിച്ചു കൊണ്ടുവരുന്നത് മലക്കുകളാണ്. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തിരുശേഷിപ്പുകൾ സമരമുഖത്തുള്ള വിജയത്തിന് വേണ്ടി വീണ്ടും യാദൃച്ഛികമായി നിങ്ങൾക്ക് ആ പെട്ടി തിരിച്ചു തരുന്നതിലൂടെ ഈമാനുള്ളവർക്ക് വലിയ പാഠമുണ്ട്. കണ്ടോ? ഈമാനില്ലാത്തവരോ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആരോ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ അവർ മൊയന്തടിക്കും. അതുണ്ടാകുക. ഈമാനില്ലാത്തോല്. ഈമാനുള്ളവര് തിരുശേഷിപ്പുകളെ ബഹുമാനിക്കും. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. തിരുശേഷിപ്പുകൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിന്. തിരുശേഷിപ്പ് ഒരു ലീഡർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ലീഡർ അള്ളാഹു പരിഗണിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് സൂറത്തുൽ ബഖറയുടെ 246 ആയത്ത് തൊട്ട് 248 വരെ വലിയ ആയത്തുകളാണ്. 3 ആയത്ത്, ഒരു പേജ് ഉണ്ട്. അത് കൃത്യം ഒരു പേജാണ്. ഒരു പേജിന്റെ തുടക്കത്തിൽ അങ്ങ് തുടങ്ങിയാൽ അടുത്തത് വരെ അതാ.
ആ പേജ് കഴിയുന്നത് വരെ. ആ പേജിൽ വേറെ ചർച്ചയൊന്നുമില്ല. തിരുശേഷിപ്പും അത് തിരിച്ചെത്തിക്കലുമാണ് അതിലെ ചർച്ച. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഇടപെട്ട് സംസാരിച്ച ഒരു കാര്യമാണിത്. എന്നിട്ട് ഇതിനെ കൊച്ചാക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? നമ്മളെ വിഷയം ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി, നമ്മുടെ ഹബീബിന്റെ തിരുശേഷിപ്പുകളെ കുറിച്ച്. ഇനി ഇതിൽ തന്നെ ചില തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നുണ്ട്, ഈ താബൂത്ത് ഉണ്ടല്ലോ, ഈ താബൂത്തിൽ വരാനിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു എഴുതുന്നുണ്ട് ചില തഫ്സീറുകൾ. ഉണ്ടാവാം, കാരണം മുത്തുനബി എല്ലാവരുടെയും ആധാരമാണല്ലോ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏതായാലും മറ്റേതിൽ ആർക്കും തർക്കമല്ല. മൂസ നബി ആലു ഹാറൂനും, അത് അങ്ങനെ ഖുർആൻ തന്നെ പറഞ്ഞാൽ അത് ഖുർആന്റെ നസ്സ. മിമ്മാ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ, അതിലും ഞാൻ തർക്കിക്കേണ്ട കാര്യമല്ല, മറ്റേതിലേ സംശയിക്കേണ്ടതുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഈ വേദി, മുത്തുനബിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ ക്യാമ്പ് മുഴുവനും അതാണ്, മുത്തുനബിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്. മുത്തുനബിയെക്കുറിച്ച് വർത്തമാനം പറയുക, സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായ ഒരു അവതരണം മാത്രമല്ല. ചരിത്രപരമായ അവതരണങ്ങൾ പലയിടത്തും നടക്കാറുണ്ട്, അനുസ്മരണങ്ങൾ പലയിടത്തും നടക്കാറുണ്ട്. മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടത് കേവലം അനുസ്മരണമല്ല, മറിച്ച് അതൊരു ഇബാദത്താണ്. അത് മനസ്സിൽ തട്ടുന്ന ഒരു ഇബാദത്താണ്. അത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പിക്കും. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാൻ പറഞ്ഞ സുന്ദരമായ ഒരു വാചകമുണ്ട്, ഞാൻ നിങ്ങൾ എപ്പോഴും ഓതുന്നതാണ്. സൂറത്തു ആലു ഇംറാനിലെ 31-ാം വചനം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന വാദം ശരിയാണെങ്കിൽ, നിങ്ങൾ പടച്ചോനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നബിയെ തങ്ങൾ പറയണം, ഉമ്മത്തിനോട് പറയണം, നിങ്ങൾക്ക് പടച്ചോനോട് മഹബത്തുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടണം, എന്നെ വിട്ടൊഴിഞ്ഞു പോകരുത്. ഫത്തബിഊനി, ഖൗലിലും ഫിഅലിലും ദാത്തിലും സിഫാത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുക. നബി തങ്ങൾ പറഞ്ഞത് നോക്കുക, അതിൻ്റെ ഒപ്പം നിൽക്കുക. നബി തങ്ങൾ ചെയ്തത് നോക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുകേശത്തിൻ്റെ കഷ്ണം എവിടെന്നെങ്കിലും കിട്ടിയോ? ഫത്തബിഊനി, നിങ്ങൾ എൻ്റെ ഒപ്പം കൂടണം, എൻ്റെ കുപ്പായക്കണ്ടം കണ്ടാൽ ഒഴിവാക്കരുത്. ഈ ഫത്തബിഊനി എന്ന് പറഞ്ഞത് വല്ലാത്തൊരു വിശാലമായൊരു അർത്ഥമാണ്. ഖൗലിലും സിഫാത്തിലും എന്ന് മാത്രമല്ല, ഫഅലിലും എന്ന് മാത്രമല്ല, ദാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്തവരായിരുന്നു സത്യത്തിൽ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദു എടുത്ത വെള്ളത്തിൻ്റെ തുള്ളിക്ക് വേണ്ടി സമരം ചെയ്യാണ്. ഞാൻ പറയാം, ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ വരും. ആ മുടിക്കഷ്ണം, മുബാറക്കായ ആ ഷഅറു മുബാറക്കിൻ്റെ ഒരു കഷ്ണം കിട്ടുമോ, തിരുമുടിയുടെ ഒരു കഷ്ണം കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കുണ്ടാക്കുകയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ വിടാതെ എൻ്റെ ഒപ്പം കൂടുകയാണെങ്കിൽ, എന്നെ കൈവിടാതെ എൻ്റെ ഒപ്പം കട്ടക്ക് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹ് നിങ്ങളെയും സ്നേഹിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പടച്ചോനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള അവകാശവാദം മാത്രമായിരിക്കും. എന്നെ കണ്ടുകൂടാത്തവരെ പടച്ചോൻ തിരിച്ചു സ്നേഹിക്കൂല. അള്ളാനെ സ്നേഹിക്കുന്നുണ്ടെന്ന അവകാശവാദമുണ്ടെങ്കിൽ അത് പൂർത്തിയാകണമെങ്കിൽ പടച്ചോൻ നിങ്ങളെ സ്നേഹിക്കണം. പടച്ചോൻ സ്നേഹിച്ചിട്ടേ പടച്ചോൻ അങ്ങോട്ട് സ്നേഹിക്കണേന് അർത്ഥമുള്ളൂ. ഖുർആൻ പറഞ്ഞിടത്തൊക്കെ അങ്ങനെയാ പറഞ്ഞത്. അത് പുതിയൊരു വീക്ഷണം. ഞാനിപ്പോൾ ഓർമ്മ വന്നപ്പോൾ അങ്ങ് പറഞ്ഞതാണ്. അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെടണം, എന്നിട്ട് അള്ളാഹുവിനെ തിരിച്ച് തൃപ്തിപ്പെടുന്ന തൃപ്തിക്ക് അർത്ഥമുള്ളൂ. അള്ളാഹ് നമ്മളെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ അള്ളാഹിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരർത്ഥവുമില്ല. നിങ്ങൾ കണ്ടതൊക്കെ അങ്ങനെയല്ലേ? 2 സ്ഥലത്ത് ഖുർആനിൽ റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബയ്യനയിൽ ഒരു സ്ഥലത്തുണ്ട്, വേറെ സ്ഥലത്ത് 2 സ്ഥലത്തുണ്ട്. ആ റളിയല്ലാഹു അൻഹും വറദു അൻഹു 2 ഇടത്തിലും അള്ളാഹ് ആദ്യം ഇങ്ങോട്ട് സ്നേഹിക്കണ പറയുന്നത്, അങ്ങോട്ട് സ്നേഹിക്കുന്നത് പിന്നെയാ. അള്ളാഹ് നമ്മളെ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് അപ്പം നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അർത്ഥമുള്ളൂ. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? മുത്തുനബിൻ്റെ ഒപ്പം കട്ടക്കൊപ്പം നിൽക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. ഫത്തബിഊനി,
ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ പടച്ചോനെ സ്നേഹം കിട്ടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ മാനുഷികമായി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ പൊരുത്തപ്പെടും ചെയ്യും. നിങ്ങൾ മുത്തുനബിൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറഞ്ഞത്. സൂറത്ത് ആലു ഇംറാനിൻ്റെ 31-ാം വചനം. ഇവിടെ പണ്ഡിതന്മാർ എഴുതുന്നത് കാണാം, വമിൻ അഅ്ളമിൽ ഇത്തിബാ, ഏറ്റവും വലിയ ഇത്തിബാ ആണ് അത്തബറുക്കു ബി ആസാരിഹി ഷരീഫ, അള്ളാഹുവിൻ്റെ ഷറഫ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷറഫാക്കപ്പെട്ട അസറുകളെ കൊണ്ട് തബറുക്ക് എടുക്കൽ. അതൊരു ഇത്തിബാണ്. ആ അർത്ഥവും കൂടെ കിട്ടുന്ന രൂപത്തിലാണ് ഞാൻ അതിനർത്ഥം പറഞ്ഞത്. ഫത്തബിയൂനി എന്നാൽ കട്ടക്കൻ്റെ ഒപ്പം നിൽക്കുക. അത് വാക്കിലും പ്രവൃത്തിയിലും ദാത്തിലും എൻ്റേതെന്ന് പറഞ്ഞ് വാക്ക് കിട്ടിയാലും പ്രവൃത്തി കിട്ടിയാലും കുപ്പായക്കണ്ടം കിട്ടിയാലും ഒക്കെ നിങ്ങൾ വിടരുത്. ഫത്തബിയൂനി അപ്പൊ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിച്ചോളും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ബറക്കത്തായിട്ട് നമുക്ക് ഉപേക്ഷിച്ചിട്ട് തന്ന ഈ തിരുശേഷിപ്പുകളെ കുറിച്ച് ആലോചിക്കുന്നത് ഈ ഉമ്മത്തിനൊരു വലിയ ബറക്കത്താ. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനൊന്നും കൂടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞല്ലോ, വല്ലാത്ത പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലേക്കും ഹദീസിലേക്കും ഒക്കെ തട്ടിച്ച് സ്വഹീഹായ റിപ്പോർട്ടുകൾ ചരിത്രത്തിൽ നിന്ന്, സീറകളിൽ നിന്നും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ആസാറും അവയുടെ തബറുക്കും, അതിൽ ആസാറ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം അതിൻ്റെ നിർവചനം പറയാം. ചർച്ച തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. തരീഫുൽ ആസാരി വ തബറുക്ക്, ഇത് രണ്ടിൻ്റെയും ഡെഫിനിഷനാണ് ആദ്യം പറയുന്നത്. ആസാറ് എന്ന് പറഞ്ഞാൽ കുല്ലുമാ ബഖിയ മിൻ മുതഅല്ലഖാത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശഖ്സിയ്യ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട, മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡായ, റിലേറ്റഡായ എന്തൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളിൽ നിന്ന് അവശേഷിക്കുന്ന എല്ലാറ്റിനും തിരുശേഷിപ്പെന്ന് പറയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യശരീരത്തിലെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യശരീരത്തിന്റെ ഭാഗങ്ങളാവാം. ഏതുപോലെ? തിരുകേശം പോലെ, താടിരോമം പോലെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച് ഉമ്മത്തിന് വേണ്ടി ബാക്കി വെച്ച ആയുധങ്ങളാകാം, ഉപകരണങ്ങളാവാം. വാള് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാള്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോതിരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. നബി ഒരിക്കലെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുന്ന സ്ഥലം വളരെ വലിയ തിരുശേഷിപ്പായിട്ടാണ് ഉമ്മത്ത് മുഹമ്മദിയ വിശ്വസിക്കുന്നത്. എത്ര വയ്യെങ്കിലും ഇന്നും ആ 6 സൗറിലേക്ക് വലിഞ്ഞ് കയറുക മനുഷ്യന്മാർ, അതിൻ്റെ ഉള്ളിലൊന്ന് ഇരിക്കാൻ. ജബലുൻ നൂറിലേക്ക് കയറുകയാണ്, ഹിറാ ഗുഹയുടെ അകത്തൊന്ന് കൈ തൊടാൻ, കാല് തൊടാൻ. കാരണം എന്താണ്? അത് മുത്തുനബി ബന്ധപ്പെട്ട സ്ഥലമാണ്, മുത്തുനബി ഇരുന്ന സ്ഥലമാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭയം നൽകിയ ഗുഹയാണ്. ഈ നിലക്ക് പോകുക തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് തിരുശേഷിപ്പുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തബറുക്ക്. തബറുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ബറക്കത്തെടുക്കുക നമ്മൾ പറയും. എന്തായാലും ബറക്കത്ത്. തബറുക്ക് എന്ന് പറഞ്ഞാൽ ത്വലബുൽ ബറക്കത്തി മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, മിൻ ഖിലാലി ഹാദിഹിൽ ആസാർ, ഈ തിരുശേഷിപ്പുകൾ മുമ്പിൽ വെച്ച് അള്ളാഹുവിൽ നിന്ന് ബറക്കത്ത് അന്വേഷിക്കുക. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വർധനവ്, നന്മയുടെ വർധനവിനാണ് ബറക്കത്ത് എന്ന് പറയാം. മുബാറക് എന്ന് പറഞ്ഞാൽ പുണ്യം വർദ്ധിച്ച സാധനത്തിനാണ് മുബാറക്ക് എന്ന് പറയാം. സിയാദത്തുൽ ഖൈർ, ഖൈർ വർദ്ധിക്കുക. അപ്പൊ നമുക്ക് നന്മ വർദ്ധിപ്പിക്കാൻ വല്ല അവസരമുണ്ടോ? ഇതിലൊന്ന് തൊട്ടിട്ട്, ഇതിലൊന്ന് മണത്തിട്ട്, ഇതൊന്ന് ചുംബിച്ചിട്ട് എനിക്ക് വല്ലതും കിട്ടുമോന്ന് നോക്കുക. ഇത് സ്വഹാബത്ത് മുഴുവനും നിരാക്ഷേപം ചെയ്തു വന്ന സംഗതിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ.
ചില തെളിവുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇനി നമ്മൾ തെളിവുകളിലേക്ക് കടക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ അബീ ജുഹൈഫ റളിയല്ലാഹു അൻഹു, അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹാജിറ, അള്ളാന്റെ റസൂൽ ഒരു നട്ടുച്ചക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ബിൽ ഹാജിറ, നട്ടുച്ചക്ക് മുത്തുനബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫൗതിയ ബി വദൂഇൻ, അപ്പൊ നബിക്ക് ഉദു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഫതവല്ലഅ, മുത്തുനബി ഉദു എടുത്തു. മുത്തുനബി ഉദു എടുക്കുമ്പം അവിടുത്തെ ശറഫാക്കപ്പെട്ട അവയവങ്ങളിൽ നിന്ന് മുഖം കഴുകുമ്പോൾ ഉറ്റു വീഴുന്ന വെള്ളം, കൈ കഴുകുമ്പോൾ ഉറ്റു വീഴുന്ന വെള്ളം, ആ ശറഫാക്കപ്പെട്ട അവയവങ്ങളിൽ നിന്ന് ഉറ്റു വീഴുന്ന വെള്ളം, ഫജഅല അന്നാസു യഖുദൂന മിൻ ഫളി വളൂഇഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദു എടുക്കുന്ന വെള്ളത്തിന്റെ ശിഷ്ടജലം അവർ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഫയതമസ്സഹൂന ബിഹി, അത് ദേഹത്തിലാകെ പുരട്ടാൻ തുടങ്ങി ഇവർ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ. അവർക്ക് അറപ്പ് തോന്നിയിട്ടില്ല. ഒരാൾ മുഖം കഴുകിയ വെള്ളം അതിൻ്റെ താഴെ കൈ കാണിച്ചിട്ട് മുഖത്തും കൈമലൊക്കെ അത് ലേപനം ചെയ്യാണ്. പണ്ട് ഈ ഷഹറെ മുബാറക്ക് ചർച്ച ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് അതിനെ കളിയാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുണ്ടായൊരു സമയമാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണം. അതിങ്ങനെ പ്ലേ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം മുക്കിയ വെള്ളം ജനങ്ങൾക്ക് ഷിഫായിന് വേണ്ടി കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസിലുള്ളതാണല്ലോ. ജുബ്ബ കഴുകിയ വെള്ളം ഷിഫായിന് വേണ്ടി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് കൊടുത്തിരുന്നു എന്നുള്ള പേരോട് ഉസ്താദിന്റെ ഈ വയല് കേട്ടിട്ട് അയാൾ പറയാ, പേരോടിന്റെ ഈ വയല് കേട്ടിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഞങ്ങൾ കുടുംബം ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ വയല് കേട്ടത്, എൻ്റെ മോള് ഛർദിച്ചു. ഓക്കാനിക്കാതിരിക്കോ? ഇയാളുടേതല്ലേ മോള്, ഓക്കാനിക്കാതിരിക്കോ? നേരാജി നമ്മളെ മക്കൾ ഓക്കാനിക്കൂല, ഇയാളെ മോൾ ഓക്കാനിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു മനുഷ്യൻ, ഒരു പേനയുന്തി, അത്ര മാത്രമേ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുള്ളൂ. ഏതായാലും അവരുടെയൊക്കെ ഈമാന്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ. ഇവിടെ ഇതാ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളൂഇന്റെ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കുന്നു. വലം യുൻകിറ അലൈഹിമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി അതിനെ വിമർശിച്ചിട്ടുമില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് മുത്തുനബി ചോദിച്ചോ? പറ്റാത്ത പണിയാണെങ്കിൽ നബി എതിർക്കൂലേ? അനിസ്ലാമികമായൊരു കാര്യം മുത്തുനബിന്റെ അടുത്തുനിന്ന് ചെയ്യാൻ മുത്തുനബി ചെയ്യോ? അനുവദിക്കോ? അതേസമയം മുനാഫിഖീങ്ങളുടെ ലീഡർ മുത്തുനബി ഉദു എടുത്ത വെള്ളത്തിനോട് അറപ്പ് കാണിക്കുന്നു. നോക്കിക്കോളൂ, അറപ്പ് കാണിക്കുന്നു. ആരാണത്? അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് പറയാണ്. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ വാപ്പയാണ്. അൻ അബ്ദുല്ലാഹി ബിൻ ഉബയ്യൻ റളിയല്ലാഹു അൻഹു ഖാല, അതായത് വാപ്പ മുനാഫിക്കീങ്ങളുടെ നേതാവാണ്, മകൻ പക്ക മുഖ്ലിസായ മൂമിനായ മുത്തുനബിയുടെ പാർട്ടി പ്രവർത്തകനാണ്. വാപ്പാന്റെ മോന്റെ പേരൊന്നാ. ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ വരാറുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്നാണ് മുനാഫിക്കീങ്ങളുടെ നേതാവിന്റെ പേര്. അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്നും പറയും. അത് ഉമ്മാന്റെ പേരാണ്. സുലൂൽ എന്നുള്ളത് ഉമ്മാന്റെ പേരാണ്, ഉബയ്യ് എന്നുള്ളത് വാപ്പാന്റെ പേരുമാണ്. ഏത് മുനാഫിക്കീങ്ങളുടെ ലീഡറുടെ ഉമ്മാന്റെ പേരാണ് സുലൂൽ, മറ്റത് വാപ്പാന്റെ പേരുമാണ് ഉബയ്യ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ്, അബ്ദുല്ലാഹിബിൻ സുലൂൽ. ഉമ്മാന്റെ പേരാന്നുള്ളത് കൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന് പറയുമ്പോൾ മുതാലിമ്യങ്ങളുള്ളത് കൊണ്ട് പറയണേ, ഇബിനിൽ അലിഫ് ഇടാതെയാണ് എഴുതുക. കാരണം അലമൈനിന്റെ ഇടയിൽ വരുമ്പോൾ ഇബിനിൽ അലിഫ് ഇടാതെയാണല്ലോ എഴുതുക. പക്ഷെ അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്ന് പറയുമ്പോൾ അലിഫ് ഇട്ടാ എഴുതുക. കാരണം അലമൈൻ്റെ ഇടയിൽ വരുമ്പം ഇബിനിൽ അലിഫ് ഇടാതിരിക്കണമെങ്കിൽ ജിൻസ് വെക്കണം, രണ്ടും മുതക്കറായിരിക്കണം. ഈസബിനും അറിയാന്നുള്ളവർക്ക് അലിഫ് ഇടലുണ്ട്, കാരണം ഒന്ന് പെണ്ണാണ്, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്ന് പറയുമ്പോൾ അലിഫ് ഇട്ട് എഴുതുന്നത്, ഉമ്മാന്റെ പേരാണ്. ഏതാവട്ടെ, എൻ്റെ വിഷയം അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ ലീഡർ
ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി എപ്പോഴും വീട്ടിലെ ടേബിളിൽ ചർച്ചയാണ്. സുബഹിക്ക് നിസ്കരിക്കാൻ മദീനത്തെ പള്ളിയിൽ 1-ാം സഫിലുണ്ടാവും. അതെന്തിനാ അറിയോ? മാപ്പിളാരെ കൂട്ടത്തിൽ എണ്ണി കിട്ടാൻ റിസ്ക് എടുത്തു വരും. പ്രത്യക്ഷത്തിൽ മുസ്ലിമാണല്ലോ, മുസ്ലിങ്ങളുടെ ആനുകൂല്യമൊക്കെ വാങ്ങും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹിനെ കണ്ടൂടാ, ദീനുൽ ഇസ്ലാമിനെ കണ്ടൂടാ. ഇതാണ് ഇയാളുടെ നിലപാട്. അപ്പൊ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അല്ല പക്കാ മുഖ്ലിസ, അവിടെ നിന്ന് ഒരിക്കൽ പറഞ്ഞു, നബി എൻ്റെ ഉപ്പ ഇങ്ങനെ ഈ നിങ്ങൾ ഇവിടെ ഇത് പറയുന്നില്ല എന്നിട്ടല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ പുറത്തിയാടല് ഈ ടേബിളിലാണ്. ഇപ്പൊ ഇയാളെ മകളെ ഓക്കാനിച്ച് ടേബിളിന്റെ ചുറ്റുന്ന. അപ്പൊ എന്ത് ചെയ്തു? തീന്മേശക്ക് ചുറ്റും ഇരിക്കുമ്പോൾ മുത്തുനബിനെ വല്ലാതെ പറയുന്നുണ്ട് എൻ്റെ വാപ്പ. എൻ്റെ വാപ്പ പക്കാ മുനാഫിക്കാണ്. എല്ലാവർക്കും അറിയാം, സുല്ലാക്കും അറിയാം, സ്വഹാബത്തിനും ഒക്കെ അറിയാം. പക്ഷേ നിയമ നടപടി സ്വീകരിക്കരുത് എന്ന് മുത്തുനബിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ലാഹിർ ഇസ്ലാമിൽ ഇങ്ങനെ പോയിക്കോട്ടെ, ഒരു കാനേഷുമാരി മാപ്പിളമാരുടെ എണ്ണം കൂടുന്നതിനും ഗുണമുണ്ടല്ലോ ചിലപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. അപ്പം നബിതങ്ങളോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കേട്ട് മടുത്തിരിക്കുന്നു, എനിക്കിപ്പോൾ അതിനൊരു പ്രയാസമില്ല. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വാപ്പി ഒറ്റക്കാകുമ്പോൾ നബിയെ തങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ദഅനി അഖ്തുൽ അബി, അങ്ങയുടെ പെർമിഷൻ ഒന്നുണ്ടായാൽ മതി, ഞാൻ എൻ്റെ വാപ്പാനെ ശരിയാക്കിക്കോളാറുണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു, സുൽത്താനോടുള്ള മഹബത്താണ് അത്. അങ്ങനെ നബിനെ തെറി പറഞ്ഞ് കേട്ട് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് ഇത് പറഞ്ഞ സമയത്ത് അതിന് കാരണം പറയുന്നു, ദഅനി അഖ്തുൽ അബി, അങ്ങനെക്ക് സമ്മതം തരുമോ ഞാൻ എൻ്റെ വാപ്പനെ കൊന്നോട്ടെ. ഫഇന്നഹു യുഅ്ദില്ലാഹ വറസൂലഹു, കാരണം എൻ്റെ വാപ്പ അല്ലാഹുവിനെയും റസൂലിനെയും വല്ലാതെ തെറി പറയുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എനിക്കിത് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് തങ്ങൾ സമ്മതിക്കണം. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഈ അകലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബന്ധത്തിന് വലിയ സ്ഥാനം കാണുന്നയാളാ. മുത്തുനബി പറഞ്ഞു, ലാ തഖ്തുൽ അബാക്, അത് നിന്റെ വാപ്പയാ, നിന്റെ വാപ്പാനെ നീ കൊല്ലാൻ പാടില്ല. നിനക്ക് ജന്മം നൽകിയ വാപ്പയാണത്, ആ വാപ്പനെ കൊല്ലരുത്. അങ്ങനെ അദ്ദേഹം പോയി നോക്കുമ്പോ പിന്നെ ഇത് തന്നെയാണ്. ഫറജ, മടങ്ങി വന്നു. ഫഖാല ദഅനി അഖ്തുൽ അബി, നബിയെ സമ്മതം തരണം, ഞാൻ എൻ്റെ വാപ്പനെ കൊന്നോട്ടെ. അപ്പോഴും നബി പറഞ്ഞു ലാ തഖ്തുൽ അബാക്. മൂന്നാമത് വന്നു, ദഅനി അഖ്തുൽ അബി, ലാ തഖ്തുൽ അബാക് എന്നേ മറുപടിയുള്ളൂ, മറുപടിക്ക് മാറ്റമൊന്നുമില്ല. അപ്പ നബിയോട് പറഞ്ഞു, തങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്നാ എനിക്ക് ഇനിയൊരു അപേക്ഷ പറയാനുണ്ട്. അതെന്താന്ന് ചോദിച്ചു. തവല്ല യാ റസൂലല്ലാഹ്, കേട്ടോളൂ, തവല്ല യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ ഉളു എടുത്തിട്ട് അതിന്റെ ബാക്കി വെള്ളം, ആ ഉളു എടുത്ത വെള്ളം എനിക്കൊന്ന് തരുമോ? തങ്ങൾ ഉളു എടുക്കുക, എന്നിട്ട് ആ ഉളു എടുക്കുന്ന വെള്ളം അതെനിക്ക് തങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ അസ്ഖീഹി ലഅല്ലഹു അൻ യുലയ്യിനല്ലാഹു ബിഹി ഖൽബ, ഞാൻ വാപ്പ വെള്ളം ചോദിക്കുമ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇത് കൊണ്ടേ കൊടുത്തോളാം, അല്ലാതെ വാപ്പ കുടിക്കൂല, വാങ്ങി മുനാഫിക്കായതുകൊണ്ട് ഒരു കോക്കാനിക്കും, വാപ്പ കുടിക്കൂല. പക്ഷെ ഞാൻ ഹിക്മത്തിലൂടെ അത് കുടിപ്പിക്കും. ലഅല്ലല്ലാഹു അൻ യുലയ്യിന ബിഹി ഖൽബ, അതോടുകൂടി അല്ലാഹു ബിഹി ഖൽബ, അള്ളാഹു എൻ്റെ വാപ്പാൻ്റെ കൽബിന് ഒരു മയത്തം നൽകിയാലോ, എൻ്റെ ബാപ്പൻ്റെ കൽബൊന്ന് മൃദുലമാക്കിയാലോ പടച്ചോൻ, ആ കടുപ്പൊന്ന് കുറച്ചാൽ എൻ്റെ വാപ്പ നന്നാവുകയല്ലേ വേണ്ടത്. വാപ്പാനോട് സ്നേഹമില്ലായിട്ടല്ലേ മുത്തുനബിനെ ചീത്ത പറയുന്നത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞത്. എന്നാ ഇനി വാപ്പ നന്നാവണം, തങ്ങൾ ഉദു എടുത്തു തരണം. മുത്തുനബി പറഞ്ഞു, അത് വേണോ? കാരണം ഇത് നന്നാകാനുള്ള മുതലല്ല, ഇത് നന്നാകാനുള്ള മുതലല്ല. അല്ല വേണം നബിയെ. മകനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. മകനത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു. വാപ്പ വെള്ളം ചോദിക്കുന്ന സന്ദർഭം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വെള്ളം ചോദിച്ചപ്പോൾ വീട്ടിലെ പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുത്തു. ഫസഖാഹു ഇയ്യാഹു, വാപ്പ വെള്ളം കുടിച്ചു. കുടിച്ചു കഴിഞ്ഞാരെ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനോട് വാപ്പനോട് മകൻ അബ്ദുള്ള പറയാണ്, വാപ്പക്ക് ഇപ്പം ഞാൻ ആ തന്ന വെള്ളേ അതൊരു ഔഷധവീര്യമുള്ള വെള്ളമാണ്.
അപ്പൊ എന്താ മോനെ ചോദിച്ചു. സഖൈതുക വദൂഅ റസൂലില്ലാഹ്, സഖൈതുക വദൂഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് വുളൂ ചെയ്ത, അംഗസ്നാനം നടത്തിയ വെള്ളാട്ടോ തങ്ങൾക്ക് ഞാൻ തന്നത് എന്നങ്ങ് പറഞ്ഞപ്പോഴേക്ക് കാല. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എത്ര കടുപ്പുള്ള വാക്കാ ഈ പിശാച്ചിന്റെ വായിൽ നിന്ന് വരുന്നത്. ഉടനെ തന്നെ മുനാഫിഖീങ്ങളുടെ തലവനായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് പറഞ്ഞു, കഷ്ടം, മുഹമ്മദ് ഉളൂ എടുത്ത വെള്ളാണോ നീ എനിക്ക് തന്നത്? സഖൈതനി ബൗല ഉമ്മിക്. എന്താ അതിന്റെ അർത്ഥം? ഇതിലേറെ നല്ലത് നിന്റെ തള്ളന്റെ മൂത്രം എന്നെ കുടിപ്പിക്കലായിരുന്നു. അതിന്റെ കടുപ്പൊന്ന് ആലോചിച്ച് നോക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളൂ എടുത്ത വെള്ളത്തിനെ കുറിച്ചായി പറഞ്ഞത്. എന്റെ കെട്ടിയോളെ, നിന്റെ തള്ളന്റെ മൂത്രാടാ എന്നെ കുടിപ്പിച്ചത് എന്ന്. സഖൈതനി ബൗല ഉമ്മിക്, മുസന്നഫ് അബ്ദുർ റസാഖ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മകളോ കാണിച്ചു, അയാളുടെ പേരും ചരിത്രത്തിൽ ഒരു അബ്ദുള്ളയായത് ഈ അബ്ദുള്ളയോട് ഇങ്ങനെയൊക്കെയുള്ള പൊരുത്തം ഉണ്ടായതുകൊണ്ടായിരിക്കും. അയാളുടെ ഇനീഷ്യലിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വട്ടപൂജ്യാണ്. നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈമാനുള്ള മനുഷ്യർക്ക് തിരുശേഷിപ്പുകളെല്ലാം സംഭവ ബഹുലാണ്. അല്ലാത്തവർക്ക് അത് കെട്ടിയോളം മൂത്രമായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, തൊള്ളയിൽ നിന്ന് വന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ഹദീസ്. എല്ലാം ഇത് എത്ര പറഞ്ഞാലും തീരൂല കേട്ടോ, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ടാകും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് മുടി കളയുന്നു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തിരുകേശം കളഞ്ഞു. എന്നിട്ട് സ്വഹാബത്തിനിടയിൽ അത് വീതിച്ചു. ബറക്കത്തെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖസ്സമ ശഅറഹു ബൈന സ്വഹാബ ലിയതബറകൂ ബിഹി. ബറക്കത്തെടുക്കാനാ കൊടുത്തത് തന്നെ, ആവശ്യമുള്ളവരൊക്കെ വെച്ചോട്ടെ. സഹാബത്ത് അതിന്റെ ബറക്കത്തെടുപ്പ് ഇങ്ങനെ തുടർന്നു വന്നു. അബൂ തൽഹ എവിടെയെന്ന് ചോദിച്ചു. അബൂ തൽഹനെ വിളിച്ചിട്ട് പ്രത്യേകം ഒരു പിടി, അബൂ തൽഹക്ക് ഓരോന്നും കൊടുത്തേക്കല്ല, ഒന്നും കൊടുത്തേക്കല്ല, ഒരു പിടി എടുത്തിട്ട് അബൂ തൽഹന്റെ കയ്യിലാണ് കൊടുത്തു. യഖ്സിംഹു ബൈനന്നാസ് എന്ന് പറഞ്ഞു. യഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്ക് നീ വീതിച്ചു കൊടുത്ത ആളാന്ന് പറഞ്ഞു അബൂ തൽഹനോട്. റസൂലുള്ളാഹി വീതിച്ചു കൊടുത്തതിന്റെ പുറമെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരു പിടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എല്ലാവർക്കും കുറേശ്ശെ കൊടുത്ത ആളാണ്. വീതിക്കാൻ പറഞ്ഞു. യഖ്സിംഹു ബൈനന്നാസ്, ആ തിരുശേഷിപ്പുകളുടെ കഷ്ണം കിട്ടിയവരൊന്നും നഷ്ടപ്പെടുത്തൂല. ഒന്നുകിൽ അവർ തലമുറ തലമുറയായിട്ട് കൈമാറിപ്പോരും, അല്ലെങ്കിൽ അവർ കഫംപുടവയിലിട്ട് കൊണ്ടുപോകും. ഇങ്ങനെയാണ് അവരുടെ ശീലം. ആരും അത് ഇട്ടേച്ച് കളയൂല. അപ്പൊ അന്ന് കിട്ടിയ ആ തിരുകേശങ്ങളുടെ കഷ്ണങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ അണഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ആളെ അള്ളാഹു അന്നാസിന്റെ കൂട്ടത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഇത് അന്നാസിനിടയിൽ വീതിക്കണം എന്ന് പറഞ്ഞ ആ പ്രമുഖരായ ആളുകൾ, അന്നാസ് ബൈനന്നാസ് എന്നാ പറഞ്ഞത്, അന്നാസ്. അപ്പൊ അത് കയ്യിൽ ഇങ്ങോട്ട് എത്താൻ തൗഫീഖുള്ള ഒരാൾ ചില്ലറക്കാരനാവൂല. കൈമാറി കൈമാറി എത്തുന്നതാണെങ്കിലും ആ ഹാൻഡ് ഓവർ ഇങ്ങനെ നടന്ന് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് അത് കൈ തട്ടിയാൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആള് വലിയ ആൾ തന്നെയാണ്. പിന്നെ കുറുമ്പ് കാട്ടിയിട്ട് കാര്യമല്ല, കുശുമ്പ് കാട്ടിയിട്ട് കാര്യമല്ല. ഇത്തരം രംഗങ്ങളിൽ മാത്രം പത്രസമ്മേളനം വിളിക്കുന്ന ചിലരുണ്ട്. അതിനുമുമ്പ് ഒന്നിനുമില്ല. ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ മാത്രം പത്രസമ്മേളനം വിളിക്കുന്നവരുണ്ട്. സുബ്ഹാന മൻ ജല്ല ജലാലു. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മളതല്ലാതെ എന്ത് പറയാനാ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മരണമാസന്നമാകുന്ന സമയത്ത് മോനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഏതാനും തിരുകേശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മുത്തുനബി നഖം വെട്ടിയിട്ടപ്പം ഞാൻ എടുത്ത അൽഫാറുകളുടെ കഷ്ണങ്ങളും ഉണ്ട്. എന്ത്, ഇതിനെയാണ് കൊച്ചാക്കി ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ?
ഇവർക്കിത് ബോഡി വേസ്റ്റ് ആയിട്ടല്ല തോന്നിയത്. നഖം വെട്ടിയിട്ടതൊക്കെ ആലോചിച്ച് നോക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ട് ചെയ്തിട്ട നഖത്തിന്റെ കഷ്ണം എടുത്തു വെച്ചു. ആര്? 5ാം ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് 5ാം ഖലീഫ അല്ല ശരിക്കും. അതിൻ്റെ ഇടയിൽ കുറേ ആളുകളുണ്ട് 4 കഴിഞ്ഞിട്ട്. പക്ഷേ 4 ഖലീഫമാരുടെ കാലം, അവരുടെ ചരിത്രം, അതൊക്കെ വായിക്കാൻ വല്ലാത്ത സന്തോഷമാണ്. അത് വായിക്കുമ്പം കണ്ണുകൾ വിടരും, കേൾക്കുമ്പം മുഖം വിടരും. സന്തോഷത്തോടെ കേൾക്കും വായിക്കും കഴിയുക. 4 കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോരുമ്പോൾ പിന്നെ വടംവലികളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ തുടങ്ങും. അപ്പോൾ വലിയൊരു സുഖം ഉണ്ടാവില്ല. അവിടെ എന്തൊക്കെയോ അരുതായ്മകൾ ഇങ്ങനെ നടന്നതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ആ ഭാഗം ആരും വയലു പറയരുത് എന്ന് ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചത്. ആ ഖിലാഫത്തിൻ്റെ കാലം വയലു പറയരുത്. കാരണം അതിൽ തെറ്റായ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകും. ഈ 4 ഖലീഫമാർ കഴിഞ്ഞിട്ട് വീണ്ടും നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണം സംസ്ഥാപിച്ചത് സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണ്. അതുകൊണ്ടാണ് 5ാം ഖലീഫ എന്ന ഓമന പേരിൽ അറിയപ്പെട്ടത്. അല്ലാതെ തെർത്തീബ് കൊണ്ട് 5ാം ഖലീഫയല്ല. ആ 5ാം ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എൻ്റെ കൈവശമുള്ള മുത്തുനബിയുടെ തിരുകേശങ്ങളുടെ കഷ്ണങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖക്കഷ്ണങ്ങളും എൻ്റെ കഫംപുടവയിലിടണം മോനെ, എന്നിട്ടേ നീ എന്നെ അടക്കം ചെയ്യാവൂ. അപ്പൊ ഇതൊപ്പുണ്ടായാൽ എന്തോ ഒരു ധൈര്യം ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോ അതുകൊണ്ട് പ്രത്യേകിച്ച് ധൈര്യമൊന്നും ഇല്ലെങ്കിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയോ? പറയില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തബറുക്കു ബി ആസാരി സ്വാലിഹീന ജായിസുൻ. സദ്വൃത്തരുടെ ആസാറുകളെ കൊണ്ടൊക്കെ ബറക്കത്തെടുക്കാം. അതാണ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആസാറുകളൊക്കെ സൂക്ഷിച്ചത്. റിഫായിൻ ഷെയ്ഖിൻ്റെത്, അങ്ങനെ മഹാന്മാരുടേതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല ബഹുമാനമുള്ള ഉസ്താദുമാരുടെ ആസാറുകൾ വരെ ശിഷ്യന്മാർ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. ആക്കെ മഹബത്തിന്റെ ആഴാണ്. മഹബത്തില്ലാത്തവർക്ക് അത് തിരിയില്ല. മഹബത്തിന്റെ ഭാഷയിലേ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ. മഹബത്തിന്റെ ഭാഷ അറിയാത്തവൻ ഇത് തിരിയൂല. അതാണ് സത്യം. അങ്ങനെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാലിഹ്യങ്ങളുടെ ആസാറുകളെ കൊണ്ടൊക്കെ തബറുക്കെടുക്കാം. വഅഫ്ളലുഹാ, ആ സാലിഹ്യങ്ങളുടെ ആസാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആസാറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസറുകളാണ്. ഹബീബിന്റെ ആസറുകളാണ്, ഹബീബിന്റെ തിരുശേഷിപ്പ്. അതിൽ സംശയമില്ലല്ലോ. അഷ്റഫുൽ ഖൽക്കിന്റെ ആസാറാണ് അഷ്റഫുൽ ആസാർ എന്ന് പറയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഏത് മണ്ടനും തിരിയുന്ന ഒരു തത്വമാണ് ആ പറഞ്ഞത്. അതിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെന്തോ സോക്കേടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യശരീരത്തിലെ ആസാറുകളെ കുറിച്ച് ചിലത് പരിചയപ്പെടാം. മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട കേശം, തിരുകേശം, താടി രോമങ്ങൾ. ഞാൻ പറഞ്ഞു ഹജ്ജത്തുൽ വദാഇൽ ഇനി ഒരു ആവർത്തനം വേണ്ടല്ലോ. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരു ഹഫ്നത്ത് കൊടുത്തു എന്നാ, ഒരു പിടി കൊടുത്തിട്ട് വീതിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അത് മറ്റുള്ളവർക്ക് കൊടുത്ത രംഗം. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനും ഒരു കഷ്ണം കിട്ടിയിരുന്നു. ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തന്റെ തൊപ്പിക്കകത്തത് വെച്ചു. തന്റെ തൊപ്പിക്കകത്തത് വെച്ചു, പടത്തൊപ്പിക്കകത്ത് അത് വെച്ചു. എന്തിനാ വെച്ചത്? ഫീ ഖലൻസുവതിഹി ഫലം യഖ്സർ മഅരിഖ. അതിനുശേഷം ഒരു പടക്കളത്തിലും മഹാനവറുകൾ തോറ്റിട്ടില്ല. അവിടെയാണ് ഈ തൊപ്പി കൈമോശം വന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് മഹാനവറുകൾ എൻ്റെ ഒരു തൊപ്പി കാണാനില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒരു തൊപ്പി തരം ഞങ്ങൾ ഈ നടക്കുന്നത് ഈ ഘട്ടത്തിൽ എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞു. ആ കിട്ടി നോക്കുമ്പോൾ തൊപ്പിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കുറേ പഴക്കമുണ്ട്. ഓ, പറയുന്നത് കേട്ടപ്പോൾ തോന്നി പുതിയ തൊപ്പിയാന്ന്. ഈ പഴയ തൊപ്പി അറിഞ്ഞ് ഞങ്ങൾ നടന്ന്. അപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ അകത്തുള്ള ഈ മുതലാണ് എൻ്റെ വിഷയം. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ ഏതൊരു കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും തോറ്റിട്ടില്ല ഖാലിദ്. ഈ ഖാലിദ് ആരാ? നേരത്തെ പറഞ്ഞ അബ്ദുള്ളയെ പോലെ വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ബദ്ധവൈരിയുടെ മകനാ. അങ്ങനെയാണ് റസൂലുള്ളാഹിനെ വല്ലാതെ വെറുപ്പിച്ചവർക്കൊക്കെ അള്ളാഹു അവരുടെ മക്കളെ കൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു. അല്ലേ?
അതൊക്കെ മക്കള് കേമന്മാരാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റസൂലുള്ളാഹി തങ്ങളുടെ തിരുകേശം ചരിത്രത്തിൽ കാണാം. മഴയെ തേടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്നത്. മഴ ഇല്ലാത്ത വരൾച്ചാ കാലത്തിൽ മഴ പെയ്യാൻ വേണ്ടി ദ്വാരക്കാനും നിസ്കരിക്കാനും ഒക്കെ പോകുമ്പോൾ ഈ തിരുകേശവും കൂടെ ഒപ്പം കൊണ്ടുപോകും. അപ്പം ഫാം തുറത്തിസമ, മഴ കിട്ടും. ഇതൊക്കെ മുസ്ലിമിൻ്റെ മറ്റൊരു റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം പ്രമാണബദ്ധമാണ്. ഇന്നും ഈ തിരുകേശങ്ങൾ സൂക്ഷിച്ചു വരുന്നുണ്ട്, പല പള്ളികളിലുണ്ട്. ഞാനത് പറയല്ല. അതിലൊരു കഷ്ണം, അതിനി സനതുണ്ടോ ഇല്ലേ, മറ്റു ചർച്ചകളൊക്കെ വേറെ. അങ്ങനെയൊക്കെ വേണോ ഇതിന്? ആസാറുകളെ ബഹുമാനിക്കാൻ അത് മുത്തുനബിയുടേതാണെന്ന് പറഞ്ഞാൽ തന്നെ മദീന. അങ്ങനെയല്ലേ ഇമാമിങ്ങൾ എഴുതി വെച്ചത്. മുത്തുനബിയുടേതാണെന്ന് മുത്തുനബിയുടെ ഷെയറാണെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ട് നടക്കുന്നുണ്ട്, അതിനെ ബഹുമാനിക്കണോ? അത് ബഹുമാനിക്കണം എന്നാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. പണ്ടേ നടന്ന ചർച്ചയാണ് ഇതൊക്കെ. കാരണം ചില സംഗതികളൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. മുത്തുനബിയുടെ ഷെയറിനെ കുറ്റപ്പെടുത്തിയാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വദ്ദുഹാ വല്ലൈലിയുടെ തഫ്സീറിൽ എഴുതുന്നത് കാണാം. വദ്ദുഹാ വല്ലൈലിക്ക് ഒരുപാട് അർത്ഥങ്ങളുള്ള കൂട്ടത്തിൽ ഒരർത്ഥാണ് വദ്ദുഹാ. മുത്തുനബിയുടെ പൂമുഖം സാക്ഷിയാണ്. വല്ലൈലി ഇദാ സജാ, കറുത്തിരുണ്ട് സുന്ദരമായി നിൽക്കുന്ന മുത്തുനബിയുടെ തിരുകേശം സാക്ഷിയാണ്. വല്ലൈലി, ദുഹ എന്നത് മുത്തുനബിയുടെ പൂമുഖവും ലൈൽ എന്ന് പറഞ്ഞത് മുത്തുനബിയുടെ കേശത്തെക്കുറിച്ചുമാണ് എന്ന് റാസിയിൽ ഒരു തഫ്സീർ കാണാം. അവിടെ പറയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ്, മൻ ആദാ ശഅറതം മിൻ ശഅരി. മുത്തുനബി പറയാണ്, എന്നെ ശല്യം ചെയ്യണ്ട. ഇന്നല്ലദീന യൂദൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ റസൂലിനെ ശല്യം ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ സൂറത്തുൽ അഹ്സാബിൽ. അപ്പൊ നബിതങ്ങൾ പറയാണ്, എന്നെ ശല്യം ചെയ്യണ്ട. മൻ ആദാ ശഅറതം മിൻ ശഅരി, എൻ്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു മുടി, ആ മുടിയെ ഒരാൾ വിഷമിപ്പിച്ചാൽ, അതിനെ ചൊല്ലി എന്തെങ്കിലും വേണ്ടാത്ത തർക്കങ്ങൾ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചാൽ, തീർച്ചയാണ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അയാൾക്ക് നരകം ഹറാമാക്കിയിരിക്കുന്നു. വേറെ ഹദീസ്, മൻ ആദാ ശഅറതം മിൻ ശഅരി ഫഖദ് കഫർ. ഇത്ര കടുപ്പുള്ളൊരു വിഷയമാണ്. ധൈര്യസമേതം പത്രസമ്മേളനം വിളിച്ചിട്ട് ചില മനുഷ്യന്മാർ, എന്നിട്ട് അവരുടെ സങ്കടം എന്താ? തിരുശേഷിപ്പുകളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളുകൾക്ക് 94 വയസ്സായി എന്നുള്ളതാ പോലെ സങ്കടം. ഈ പറയുന്ന ആൾക്ക് എത്ര വയസ്സായി നോക്കണില്ല. ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ച ഈ പ്രമാണങ്ങൾ വെച്ചാണല്ലോ ഞാൻ ഈ കളിക്കുന്നതും ചിന്തിച്ചിട്ടില്ല. മുത്തുനബിയുടേതാകാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇമാം റാസിയുടെ കാഴ്ചപ്പാട് സ്വർഗം ഹറാമാണ്, ഈമാൻ വരെ പിഴച്ചു പോകാൻ സാധ്യത ഉണ്ട് എന്നാ. അതുകൊണ്ടാ പേടിക്കണം എന്ന് പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ പേടിച്ചിടപെടണം. ഇത് ചെറിയ സംഗതിയല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഒരു തുണി ഉണ്ടായിരുന്നു. വകാന ഇൻദ മുആവിയ റളിയല്ലാഹു അൻഹു ഇസാറു റസൂലില്ലാഹ് വരിദാഉഹു, മുത്തുനബി ഉപയോഗിച്ച ഒരു തട്ടവും ഉണ്ടായിരുന്നു. വഖമീസുഹു, മുത്തുനബി ഉപയോഗിച്ച ഒരു നീളം കുപ്പായം, ഒരു ജുബ്ബയും ഉണ്ടായിരുന്നു. വശൈഉം മിൻ ശഅരിഹി, മുത്തുനബിയുടെ തിരുകേശങ്ങളിൽ അല്പവും ഉണ്ടായിരുന്നു. വഅദ്ഫാരിഹി, മുത്തുനബി വെട്ടിയിട്ട നഖക്കഷ്ണങ്ങളും കുറച്ച് ഉണ്ടായിരുന്നു. നോക്കണം, മുആവിയന്റെ അടുത്ത് എത്ര തിരുശേഷിപ്പുകളാണ് ഉണ്ടായിരുന്നത്. മുത്തുനബി ഉടുത്ത തുണി, മുത്തുനബിയുടെ തട്ടം, മുത്തുനബിയുടെ കുപ്പായം, മുത്തുനബിയുടെ തിരുകേശങ്ങളുടെ കഷ്ണങ്ങൾ, മുത്തുനബിയുടെ നഖത്തിന്റെ കഷ്ണങ്ങൾ. അങ്ങനെ മരണമാസന്നമാകുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു മകനെ വിളിച്ചു. മകനോട് പറയുന്നുണ്ട്, യസീദ് ഇബ്നു മുആവിയ ആണെന്ന് എൻ്റെ ഓർമ്മ. മകനോട് പറയുന്നു,
ജാമിഉൽ ഉസൂലിലുള്ള മകനോട് പറഞ്ഞു. എന്താ പറയുന്നത്? കഫിനൂനി, ഞാൻ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ എന്നെ കഫൻ ചെയ്യണം. ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ എന്നെ കഫൻ ചെയ്യണം. ഫീ ഖമീസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന്റെ കുപ്പായം ഉണ്ടല്ലോ അവിടെ, ആ കുപ്പായത്തിൽ എന്നെ കഫൻ ചെയ്യണം. പുരുഷന്മാരാണെങ്കിൽ 3 വസ്ത്രം അല്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് കമീസ് കൂട്ടാൻ പറ്റുമോ? അത് നല്ലതല്ല. ആ ചർച്ച ഒന്നും ഇവർക്ക് ബാധകമല്ല. തിരുശേഷിപ്പിലെത്തുമ്പോൾ അങ്ങനെയാണ്. ആ ചർച്ചയൊക്കെ അങ്ങോട്ട് പോകും. സ്കെയിൽ വെച്ചുള്ള നിയമം പറച്ചിലൊക്കെ അങ്ങോട്ട് പോകും. മഹബത്തിന്റെ ഭാഷയിലേക്ക് വരുമ്പോൾ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കുപ്പായത്തിൽ എന്നെ കഫൻ ചെയ്യണം. ആ കുപ്പായം വഅദ്രിജൂനി ഫീ റിദാഇഹി, ആ കുപ്പായം എനിക്കണിയിച്ചു തരണം. വഅദ്രിജൂനി ഫീ റിദാഇഹി, മുത്തുനബിയുടെ തട്ടം എനിക്ക് പുതപ്പിച്ചു തരണം. വഅസ്സിറൂനി ബിഇസാരിഹി, മുത്തുനബിയുടെ തുണി എനിക്ക് ഉടുപ്പിച്ചു തരണം. മരിച്ചതിന് ശേഷം മുത്തുനബിന്റെ തുണി എന്നെ ഉടുപ്പിക്കുക, ആ തട്ടം എന്നെ പുതപ്പിക്കുക, ആ കുപ്പായം എനിക്ക് അണിയിക്കുക. എന്നിട്ട് വഹ്ശൗ, നിങ്ങൾ നിറച്ചു വെക്കണം. നിങ്ങൾ നിറച്ചു വെക്കണം. പഞ്ഞി വെച്ച് നിറക്കുന്ന സ്ഥലല്ലേ ഹഷ്വുൽ ഖുതൻ, പഞ്ഞി നിറക്കുന്ന സ്ഥലല്ലേ, മൂക്കില് കണ്ണിലൊക്കെ. അവിടെ ആ പഞ്ഞിയോടൊപ്പം മിൻ ഖറയ്യ, എന്റെ 2 മൂക്കിന്റെ ദ്വാരങ്ങളിൽ, വശിദ് ഖയ്യ, എന്റെ ചുണ്ടുകളിൽ, വ മവാലിയ സുജൂദ്, സുജൂദിന്റെ സ്ഥാനങ്ങളിൽ, നെറ്റിത്തടത്തിൽ, അവിടെയൊക്കെ പഞ്ഞി വെക്കൽ. ആ പഞ്ഞി വെക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ബിശഅരിഹി വലാഫിരിഹി, റസൂലുള്ളാഹിന്റെ ഈ തിരുശേഷിപ്പുകളുടെ കഷ്ണങ്ങള്, ഈ തിരുകേശങ്ങളുടെ കഷ്ണങ്ങളും തിരുനഖങ്ങളുടെ കഷ്ണങ്ങളും നിങ്ങൾ വെക്കണം. എന്തായി? മുആവിയന്റെ ജനാസ എങ്ങനെ പോണത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹിന്റെ തുണി എടുത്ത്, റസൂലുള്ളാഹിന്റെ കുപ്പായിട്ട്, റസൂലുള്ളാഹിന്റെ തട്ടം പുതച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനഖങ്ങളും തിരുകേശങ്ങളും വായിലും മൂക്കിലും ഒക്കെ തിരുകി വെച്ചിട്ട്, അങ്ങനെ നിങ്ങൾ ചെയ്തതിന്റെ ശേഷം, എനിക്കിപ്പോൾ ഇതിലൊന്നും അല്ല പുതുമ തോന്നുന്നു കേട്ടോ, അത് കഴിഞ്ഞിട്ട് മുആവിയ നടത്തിയ ഒരു കമന്റ് ഉണ്ട്, അത് വായിക്കേണ്ടതാ. ജാമിഉൽ ഉസൂൽ എടുത്തു നോക്ക്, ഈ സംഭവം കാണാം. അതിന്റെ ശേഷം പറഞ്ഞൊരു വാക്കുണ്ട്, സുമ്മ ഖല്ലൂ ബൈനി വ ബൈന അർഹമിർ റാഹിമീൻ. ഈ പ്രൊട്ടക്ഷനുകളൊക്കെ നിങ്ങൾ എനിക്ക് തന്നാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സുമ്മ ഖല്ലൂ ബൈനി വ ബൈന അർഹമിർ റാഹിമീൻ, പിന്നെ നിങ്ങൾ എന്നെ പഠിച്ചോനാണ്ട് വിട്ടുകൊടുത്താളീൻ, ധൈര്യമായിട്ട് ഖബറിൽ കൊണ്ടേ വെച്ചോളീൻ. കരുണക്കടലായ റബ്ബിന്റെയും എൻ്റെ ഇടയിൽ നിങ്ങൾ സ്വതന്ത്രമാക്കുക. ഖല്ലൂ ബൈനി വബൈന അർഹമിർ റാഹിമീൻ, സുമ്മ ഖല്ലൂ ബൈനി വബൈന അർഹമിർ റാഹിമീൻ. പിന്നെ നിങ്ങൾ പഠിച്ചോന്റെ അടുത്തേക്ക് എന്നെയാണ് വിട്ടുകൊള്ളിയാറ്. ഒരു ചുക്കും എനിക്ക് സംഭവിക്കൂല. ഇതൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവുമ്പം എനിക്ക് പിന്നെ ഒരു പേടിയില്ല. പിന്നെ പഠിച്ചോന്റെ അടുത്ത് കടുപിടിയും. എനിക്ക് പ്രതിരോധം തീർക്കാൻ ഈ കുപ്പായവും തുണിയും തട്ടവും നഖക്കഷ്ണങ്ങളും ഈ ഷഅർ മുബാറക്കുകളുടെ കഷ്ണങ്ങളും മതി. സുബ്ഹാന മൻ ജല്ല ജലാലു. എന്തൊരു ധൈര്യമാണ് ഇവർ തിരുശേഷിപ്പുകളെ കുറിച്ച് കണ്ടത്. ആ പ്രയോഗത്തിലുണ്ടത്, സുമ്മ ഖല്ലൂ ബൈനി വ ബൈന അർഹമിർ റാഹിമീൻ. പിന്നെ നിങ്ങൾ പടച്ചോൻ എന്നെ വിട്ടുകൊടുത്താളി എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനായി, പടച്ചോനായി, ഞാനായി, എൻ്റെ പാടായി, നിങ്ങൾ എന്നെ വിട്ടേക്കുന്നു. പിന്നെ എനിക്കൊരു പേടിയില്ല, ഒരു കുളിരും പിന്നെ എനിക്കില്ല. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു തിരുശേഷിപ്പാണ് റീഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുബാറക്കായ ഉമിനീര്. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ അടുത്തേക്ക് നവജാത ശിശുക്കൾ എങ്ങനെ കൊണ്ടുവരും? മധുരം കൊടുക്കാൻ കാരക്ക, സ്വാലിഹീങ്ങളുടെ തുപ്പുനീര് കലർത്തിയ കാരക്ക കൊടുക്കൽ സുന്നത്താണല്ലോ. അതിന് മുത്തുനബി ഉള്ള കാലത്ത് മുത്തുനബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അബ്ദുല്ലാഹിബ്നു സുബൈറിന് കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ തുപ്പുനീരിൽ കലർത്തിയ കാരക്ക കൊടുത്തിട്ട് പിന്നെ നബി തങ്ങൾ ദുആയൊന്നും കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലാഹുവേ കുട്ടിയിൽ നീ പുണ്യം ചൊരിയണേ എന്ന് ദുആയൊന്നു കൊടുത്തു. ജഅഫർ ഇബ്നു മഹ്മൂദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവരുടെ വല്ലിമ്മ ഉമൈറ റളിയല്ലാഹു അൻഹ, അവരുടെ വല്ലിമ്മയാണ്, അവരോട് പറഞ്ഞു, ഞാനും
എൻ്റെ സഹോദരിമാരും, വഹുന്ന ഹംസുൻ, 5, ഞാനും എൻ്റെ 5 സഹോദരിമാരും. ആരാ പറയുന്നത്? ജഅഫർ ഇബ്നു മഹ്മൂദ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ വല്യമ്മ ഉമൈറ എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ 5 സഹോദരിമാരും. അതായത് ഈ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠത്തികളോ അഞ്ചത്തികളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ 6 ആള്, ഞാനും എൻ്റെ 5 സഹോദരിമാർ, ഞങ്ങൾ 6 ആള് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സാസിൽ പോയി നബി തങ്ങളുടെ അടുത്ത് ബർക്കത്തെടുക്കാൻ പോവുകയാണ്. കേട്ടോളി. ഫബായഅനഹു, അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബൈഅത്ത് ചെയ്തു. വവജദനഹു യൗകുലു ഖദീദ, അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉണക്ക മാംസം കഴിക്കുന്നുണ്ട്. ഉണക്കി വെച്ച മാംസം, ഉണക്കമീൻ പോലെ തന്നെ മാംസവും ഉണക്കാറുണ്ടായിരുന്നു അന്ന്. പ്രത്യേകിച്ച് ഈ ഉദ്ഹിയ്യത്തിന്റെ ഘട്ടത്തിലൊക്കെയാണ് അത് ഉണ്ടാവാറുള്ളത്. ഖദീദായ ഇറച്ചി കഷ്ണങ്ങനെ, അതായത് ചില്ലിയാക്കിയിട്ട് ഉണക്കും. അപ്പൊ ആ ഉണക്ക മാംസം മുത്തുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഫമലഗ ലഹുന്ന ഖദീദതൻ, അതിലൊരു മാംസം, ഒരു കഷ്ണം മാംസം ചവച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വായിലിട്ടിട്ട് ചവച്ചു. അപ്പൊ അതിൽ ഉമിനീര് കലർന്നു. എന്നിട്ട് വനാവലഹുന്ന ഇയ്യാഹ, ഈ 6 സഹോദരിമാർക്കും അതാണ് കൊടുത്തത്, എൻ്റെ വല്യമ്മ അടങ്ങുന്ന 6 സഹോദരിമാർക്ക്. ഫഖ്തസംനഹാ, അവരത് വിഹിതം വെച്ച് തിന്നു. ഫമലഗത് കുല്ലു വാഹിദത്തിൻ മിൻഹുന്ന ഖിത്അതൻ മിൻഹാ, ഒരു കഷ്ണം കൊടുത്തത്, ആ കഷ്ണം അവർ പിച്ചി 6 കഷ്ണാക്കിയിട്ട് 6 ആളും തിന്നു. 6 ആളും തിന്നു. ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു മഹ്മൂദ് പറയാണ്, എൻ്റെ വല്യമ്മനോട് പറഞ്ഞതാണ്, ഫലഖീന അല്ലാഹ വമാ വജദ്ന ഫീ അഫ്വാഹിഹിന്ന ഖലൂഫ വലസ്തകൈന മിൻ അഫ്വാഹിന്ന ശൈആ. എൻ്റെ വല്യമാക്കും എൻ്റെ വല്യമാൻ്റെ ജ്യേഷ്ഠത്തി അനുജത്തിമാരായ 5 ആളുണ്ടല്ലോ, ഈ 6 പെണ്ണുങ്ങൾക്കും പിന്നെ വായ്നാറ്റുണ്ടായിട്ടില്ല മരിക്കുന്നത് വരെ. വായ്നാറ്റുണ്ടായിട്ടില്ല, അതാണ് പറഞ്ഞത്. ഫലഖീന അല്ലാഹ്, അവർ അള്ളാനെ കണ്ടുമുട്ടിയാണ്, അവർ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ മരിച്ചത് വമാ വജദ്ന ഫീ അഫ്വാഹിഹിന്ന ഖലൂഫ, അവരുടെ വായിൽ വായ്നാറ്റമില്ലാത്ത അവസ്ഥയിലാണ് അവർ മരിച്ചത് എന്നല്ല. വലസ്തകൈന മിൻ അഫ്വാഹിഹിന്ന ശൈആ, ഒരു പല്ലുവേദന പോലും ഇല്ല എന്നർത്ഥം. വായ് രോഗങ്ങളൊന്നുമില്ല, വായ സംബന്ധമായ ഒരു രോഗവും അവർക്ക് ഉണ്ടായിട്ടില്ല. എന്താ കാരണം? മുത്തുനബിയുടെ ഉമിനീരിന്റെ പ്രത്യേകതയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പെണ്ണ്. ആ പെണ്ണ് ആരാ? ജാതില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ ബദീഅത്തുൽ ലിസാൻ, അറുവഷളൻ നാവുള്ള ഒരു പെണ്ണ്. എല്ലാവരും തെറി പറയുന്ന, എല്ലാവരെയും ഗീബത്ത് പറയുന്ന, എല്ലാവരെയും കുറ്റം പറയാനായിട്ട് ജീവിക്കുന്ന, ദുഷിപ്പ് പറയൽ തൊഴിലാക്കിയ ഒരു പെണ്ണ്. ഇതാണ് ബദീഅത്തുൽ ലിസാൻ. വഷളത്തരം മാത്രമേ തൊള്ള തുറന്നാ പറയുള്ളൂ. അങ്ങനെയുണ്ട് കുറേ മനുഷ്യന്മാർ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇങ്ങനെ തെണ്ടി അടക്കുന്ന ഒരു ടീമുണ്ട് കുറ്റം പറയാനായിട്ട്. അവർ ഓടി നടക്കുക. അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് അവളുടെ തൊഴിലാണ് എന്നുള്ളത് ഫഖദ് ഉരിഫ അൻഹ, ഖദ് ഉരിഫ ദാലിക അൻഹ. അത് അവൾക്ക് ആ വിഷയം അവളുടെ കാര്യത്തിൽ മഷ്ഹൂറാണ്, ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. ഇവളൊരു വൾഗർ നാവിൻ്റെ ഉടമയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നപ്പം വബൈന യദൈഹി ഖദീദുൻ യഅകുലു, നബിതങ്ങൾ ഇതുപോലെ ഉണക്ക മാംസം ചവച്ചരച്ച് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്നൊരു കഷ്ണം എടുത്തു, എന്നിട്ടത് വായിലേക്കിട്ടു. ആ കഷ്ണം ഒരു വഷള കഷ്ണമായിരുന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ, വഷള കഷ്ണാണെങ്കിൽ വേഗം കടിച്ചാൽ പൊട്ടൂല, അങ്ങനെ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഫജഅല യലൂഖുഹ, നബി തങ്ങൾ അത് ചവക്കുന്നു. മറതൻ, ഒരു തവണ അലാ ജാനിബിഹി ഹാദ, വലത്തെ കോട്ടിലിട്ട് ചവക്കുന്നു. വമറതൻ ഉഖ്റ അലാ ജാനിബിഹിൽ ഐസർ, അപ്പൊ ഇവിടെ വെച്ച് ചവച്ചിട്ട് ശരിയാകാത്തപ്പോൾ അതിനങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇടത്തെ കോട്ടിലിട്ട് ചവക്കുകയാണ്. യലൂഖുഹ, അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ശരിക്കും ചവച്ചരച്ചിട്ടേ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വഷള കഷ്ണമായതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടുന്നില്ല, ചതയുന്നില്ല. ഒക്കെ ഹദീസിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. ഖദീദതൻ ഫഅഖദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീദതൻ മിൻഹാ ഫീഹാ അസബുൻ, അത് നല്ല കഷ്ണമായിരുന്നില്ല, കുറച്ച് വഷള സ്വഭാവമുള്ള കഷ്ണമാണ്. അതെടുത്തിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലിട്ട് ഫജഅല യലൂഖുഹാ മറത്തൻ അലാ ജാനിബിഹി ഹാദാ വ മറത്തൻ അലാ ജാനിബിഹി ആഖർ,
നബി തങ്ങൾ ഒരു തവണ ഈ കോട്ടിലിട്ട് ചവക്കും, പിന്നെ ഈ കോട്ടിലിട്ട് ചവക്കും, അങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ചവക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഇറക്കിയിട്ടില്ല, ഇറക്കാൻ പറ്റിയിട്ടുമില്ല. അപ്പം ആ പെണ്ണ് നബി ഇങ്ങനെ തിന്നുന്നത് കാണുകയാണല്ലോ. ഈ പെണ്ണൊരു മോശപ്പെട്ട നാവുള്ള പെണ്ണാണ്. ഈ പെണ്ണ് ചോദിച്ചു, യാ നബി അല്ലാ അലാ തുത്ഇമുനി, നബിയെ ബർക്കത്തിനൊരു കഷ്ണം എനിക്ക് ചോദിച്ചു. അലാ തുത്ഇമുനി, എനിക്ക് ഭക്ഷിക്കാൻ തരുമോ, ബർക്കത്തിനൊരു കഷ്ണം എനിക്ക് തന്നൂടെ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫനാവലഹ മിമ്മാ ബൈന യദൈഹി, അപ്പൊ പാത്രത്തിലുള്ള ആ കഷ്ണങ്ങളിൽ ഒരു കഷ്ണം എടുത്തിട്ട് ഈ പെണ്ണിന് കൊടുത്തു. പാത്രത്തിലുള്ള കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഈ പെണ്ണിന് കൊടുത്തു. അങ്ങനെ മതിയല്ലോ, ബർക്കത്തിന് നബിന്റെ കൈകൊണ്ട് കിട്ടിയാലും മതിയല്ലോ. അങ്ങനെ കൊടുത്ത സമയത്ത് സുബ്ഹാന മൻ ജല്ല ജലാലു കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ലാ ഇല്ലല്ലദീ ഫീ ഫീക യാ റസൂലല്ലാഹ്, ലാ ഇല്ലല്ലദീ ഫീ ഫീക യാ റസൂലല്ലാഹ്, പറ്റൂല നബിയെ, ആ തൊള്ളയിലുള്ളത് കിട്ടണം എന്നാണ്. തങ്ങൾ അവിടെയും ഇവിടെ ഇട്ട് ആ കോട്ടിലിട്ട് ഈ കോട്ടിലിട്ട് തട്ടിങ്ങനെ ചവക്കണില്ല, ആ ചവച്ചരഞ്ഞതിൻ്റെ ഒരു കഷ്ണം കിട്ടണമെന്നാണ്. ഹബീബിൻ്റെ റീഖ് മുബാറക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ആ വായിലുള്ളതിൽ നിന്നൊരു കഷ്ണം കിട്ടണം, ഈ നല്ല കഷ്ണം അതെനിക്ക് വേണ്ട, ആ തിന്ന് ചവച്ച ആ അതിന്നൊരു കഷ്ണം കിട്ടണം എന്നാണ്. ഫഅഖ്റജഹു ഫഅതാഹാ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ കൈയിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് അവൾക്ക് കൊടുത്തു. ഫൽഖതുഹു ഫീ ഫമിഹാ, അവളുടെ വായിലിട്ട് അത് ചവക്കാൻ തുടങ്ങി. ഫലം തസൽ തലൂഖുഹു ഹത്ത ബതലഅത്ഹു, കുറേ ചവച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു വഷളക്കണ്ടാണ്, വേഗം പാകപ്പെടൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് വിഴുങ്ങി. ഫലം യുഅലം മിൻ തിൽക്കൽ മർഅ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാം, ഫലം യുഅലം മിൻ തിൽക്കൽ മർഅ, എന്നാണോ മുത്തുനബിയുടെ ഉമിനീര് കലർന്ന ആ ഒരു മാംസക്കഷ്ണം, മുത്തുനബി ചവച്ചരച്ച മാംസക്കഷ്ണം ആ പെണ്ണ് തിന്നിറക്കിയത്, അന്ന് മുതൽ ബഅദദാലിക അൽ അംറുല്ലദീ കാനത് അലൈഹി മിനൽ ബദാ, ആ പെണ്ണ് വഷളത്തരം പറയാന്നുള്ളൊരു സ്വഭാവം ആ പെണ്ണിനുണ്ടായിരുന്നു. അന്ന് മുതൽ പിന്നെ ആ പെണ്ണിന്റെ നാവ് കൊണ്ട് ഒരു വൃത്തികേടും പറഞ്ഞിട്ടില്ല. റവാഹു തുബ്രാനി, ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഞാനിത് ഇന്നലെ നിങ്ങൾക്ക് ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഹദീസ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇന്നത്തെ ചില മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒന്ന് കൊടുത്താൽ നന്നാവുമായിരിക്കും. അല്ലേ, ഈ ദുഷിപ്പ് പറഞ്ഞിങ്ങനെ നടക്കണോൽക്കേ ഈ ഒരു കഷ്ണം കിട്ടാണ്ടെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കായിരുന്നു എന്ന് ആലോചിച്ചു. എന്നാലും വരും നന്നായി കിട്ടിയിരുന്നല്ലോ, വല്ലാത്ത സങ്കട. സുബ്ഹാന മൻ ജല്ല ജലാലു. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ്. അസ്മാ ബിന്തു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ശരീരത്ത് നിന്ന് വടിച്ചെടുത്തിട്ട് ഫശരിബത്ത്, മഹദി കുടിച്ചു. ഫശുഫിയത്ത്, മഹദിയുടെ രോഗം മാറി. എന്താ ചെയ്യാൻ, ഈമാനുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മറ്റേയാൾ നേരത്തെ പറഞ്ഞില്ല ഓക്കാനിച്ചു, ഇത് കേട്ട് കഴിഞ്ഞാൽ ഓക്കാനിക്ക് മാത്രമല്ല അല്ലേ, ഓക്കാനിക്ക് മാത്രമല്ല വയറ്റൊന്നും പോവും, രണ്ടും കൂടി നടക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട ബ്ലഡ്, ആ രക്തത്തിന് പോലും ഷറഫ് കാണുന്നവരാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അവർക്ക് ആ നേരത്തെ അല്ലാഹുമ്മ ബാരിക് ഫീഹി എന്ന് റസൂലുള്ളാഹി മധുരം കൊടുത്ത കുട്ടിയായിരുന്നു അത്. ആ കുട്ടി വളർന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് വെച്ച രക്തം കൊടുത്തിട്ട് അത് കുടിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, വൈലുല്ലക മിനന്നാസി വ വൈലുൽ ലിന്നാസി മിൻക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ആളുകൾ കുഴങ്ങുമല്ലോ എങ്ങനെ ആയാലും. അതാണ് അതിൻ്റെ അർത്ഥം, വൈലുല്ലക മിനന്നാസ് വ വൈലുൽ ലിന്നാസി മിൻക, നിന്നെ കൊണ്ട് ജനങ്ങൾ കുഴങ്ങുമല്ലോ. എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് പറയാണ്, ആ ബറക്കത്ത് ശരിക്ക് കണ്ടിരുന്നു മഹാനവറുകളുടെ ജീവിതത്തിൽ. കാരണം മഹാനവറുകൾ ഒരാളുമായിട്ട് ഏറ്റുമുട്ടിയാൽ മൂപ്പര് ജയിക്കുക എന്നല്ലാതെ ആ ആൾ ജയിക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അത്രയും വലിയ മസിൽ പവറായിരുന്നു അത്. റസൂലുള്ളാഹിന്റെ രക്തം ഉള്ളിൽ ചെന്നപ്പോൾ ഉണ്ടായപ്പോൾ കിട്ടിയ ശക്തിയാണ്. ശത്രുക്കൾ നിന്നെ കൊണ്ട് കുഴഞ്ഞു പോകുമല്ലോ എന്നാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എൻ്റെ രക്തം നിൻ്റെ ഉള്ളിലെത്തി, ഇനി ശത്രുക്കൾ നിന്നെ കൊണ്ട് വലഞ്ഞത് തന്നെയാണ്. വൈരുല്ലക മിനന്നാസ് വ വൈരുൽ ലിന്നാസി മിൻക.
വല്ലാത്ത പ്രയോഗങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെപ്പറ്റിയും പറയുന്നു ലാക്കിന്നഹു ലം യുൻകിർ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരാർക്കും മനസ്സിലാകാത്തൊരു ഭാഷ പറഞ്ഞിട്ടാണ് വിടുക ചെയ്തത്, അതിന് അംഗീകാരം കൊടുക്കുക ചെയ്തത്, ഇൻകാർ ചെയ്തിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ ആസാറുകളുടെ കൂട്ടത്തിൽ ധാരാളം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെള്ളി മോതിരം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അതിൽ മുദ്രണം ചെയ്തിരുന്നു. നബിതങ്ങൾ വെച്ചിരുന്ന സീല് അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് അതും എത്ര അദബ് കീപ്പ് ചെയ്ത് മുഹമ്മദ് റസൂലുള്ളാഹ് കുത്തനെയായിരുന്നു എഴുതിയിരുന്നത്, തല കുത്തനെ. മുഹമ്മദ് അല്ലാ റസൂല് മുഹമ്മദ് താഴ്ന്ന് മേലോട്ട് വായിക്കേണ്ടിയിരുന്നു. കാരണം ഏറ്റവും ബഹുമാനം അള്ളാഹ് കൊടുത്തു. പിന്നെ റസൂൽ എന്ന സ്ഥാനത്തിന് നൽകി. പിന്നെയാണ് മുത്തുനബിൻ്റെ പേര് ഉപയോഗിച്ചത്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇങ്ങനെ അങ്ങോട്ടല്ല, മുഹമ്മദ് റസൂൽ അല്ലാഹ്, അങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സീലിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അത് വലിയ കാര്യമായിട്ട് കൊണ്ട് നടന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നെ അത് നഷ്ടപ്പെട്ടത് ബിർ അരീസിൽ അത് നഷ്ടപ്പെട്ടു പോയി, ആ കിണറ്റിൽ വീണ് നഷ്ടപ്പെട്ടു പോയി. സയ്യിദുനാ റസൂലുള്ളാഹി ഉപയോഗിച്ച വാള് ദുൽഫഖാർ എന്ന് പറയുന്ന വാള് അത് ബദറിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേടിയതാണ്. ബദറിൽ നിന്ന് കിട്ടിയ വാളാണത്. അന്ന് മുതലാണ് ആ വാൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഗനീമത്ത് സ്വത്തായിട്ട് കിട്ടിയതാണ്. അത് പിന്നീട് അലിയാർക്ക് കൈമാറി. അങ്ങനെ പാരമ്പര്യമായിട്ട് അതിങ്ങനെ കൈമാറി വന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ചിരുന്ന കപ്പ്, ഗ്ലാസ്, ഖദഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കിതാബുകളിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ഹെഡിങ്, സൈഡ് ഹെഡിങ്ങുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നബി കുടിച്ചു. സ്വഹാബത്ത് ബറക്കത്തിന് വേണ്ടി കുടിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അതിൽ നിന്ന് വെള്ളം കുടിച്ചത് രേഖപ്പെടുത്തി വെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നഅല് മുബാറക്, ചെരുപ്പ്, അവിടുന്ന് സുറുമ, അവിടുന്ന് ഉപയോഗിച്ചിരുന്ന സുറുമക്കോലും സുറുമക്കുപ്പിയും, ഇങ്ങനെ ഇതൊക്കെ സൂക്ഷിച്ചു വന്നു. കുടുംബങ്ങളിലൂടെ കൈമാറി കൈമാറി സൂക്ഷിച്ചു വന്നു. എന്നും അവരത് ബറക്കത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഇതൊക്കെ ആയിരുന്നു മഹാന്മാരുടെ ലോകം. 11:50 എനിക്ക് തന്നത്, 12:10. അപ്പം അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ഇനി നീട്ടുന്നത് ശരിയല്ല എന്നറിയുന്നതുകൊണ്ടാണ് വേഗം പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബ ഞങ്ങൾ കഴുകിയിട്ട് കുന്നാ നഗ്സിലുഹാ വനസ്തശ്ഫീ ബിഹാ, അത് കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് ഞങ്ങൾ രോഗശമനം കണ്ടെത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ബീവി അസ്മാ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബ കഴുകിയിട്ട് അതുകൊണ്ട് രോഗശമനത്തിന് ഔഷധമായിട്ട് അത് ഉപയോഗിച്ചിരുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലങ്ങൾ, മക്കയിലും മദീനയിലൊക്കെ പോകുമ്പോൾ എത്ര സ്ഥലങ്ങളിലാണ് മുഹിബ്ബീങ്ങൾ ഓടിച്ചെന്ന് ആ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ കാണുന്നത്. നിസ്കരിക്കൽ സുന്നത്തായ സ്ഥലമുണ്ട്, സുന്നത്തില്ല പോയി സിയാറത്ത് ചെയ്യൽ സുന്നത്തായ സ്ഥലങ്ങളുണ്ട്. ഹാറ് സൗർ ഹിറാ പോലെയുള്ള സ്ഥലമൊക്കെ പോയി കാണൽ സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോകുന്നു, കാണുന്നു, അവിടെ കടക്കുന്നു, അവിടെ ഇരിക്കുന്നു. ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, യഹ്യ ബിൻ യഹ്യ, അവിടുത്തെ ഷെയ്ഖിന്റെ ജുബ്ബ കൊണ്ട് ബറക്കത്തെടുത്തത് കാണാം. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാർ കൊണ്ട് ബറക്കത്തെടുക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നതേ മോശമല്ലേ? അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, മുത്തുനബിയുടെ ആധാറുകളെ മാനിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകളെ മാനിക്കുക. ഉലുവില്ലാതെ നോക്കുക. ഉലുവ് എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട് സംസാരിക്കരുത്. പിടുത്തം വിട്ട് സംസാരിക്കാതെ അതിനെ ബഹുമാനത്തോടെ കാണാൻ നോക്കുക. ഇന്നിപ്പോൾ ഈ കറാമത്ത് പറച്ചിലാർ ഇറങ്ങിയിട്ടുണ്ട്, ഉലുവിൻ്റെ ആളുകൾ. ഓവറായിട്ട് സംസാരിക്കാം എന്ന മാതിരി ഓവറായിട്ട് പറ്റൂല. ഇപ്പോൾ ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി നബിയാണെന്ന് പറയാം, റസൂലാണെന്ന് പറയാം, ഹബീബിൻ്റെ ഷഅറു മുബാറക്കിനെ കുറിച്ച് പറയാം, വിയർപ്പ് കണങ്ങളെക്കുറിച്ച് പറയാം, അതിനൊക്കെ മഹത്വം പറയാം. എത്ര പറഞ്ഞാലും കുറയൂല, എത്ര പറഞ്ഞാലും അല കൂടൂല, എത്ര പറഞ്ഞാലും അത് കൂടിപ്പോകൂല. പക്ഷേ എപ്പോഴാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉലൂഹിയ്യത്ത് കാണുന്നത്, അവിടെ പിഴക്കും.
അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ പോയി പിടുത്തം വിട്ട്. അഷ്റഫുൽ ഖൽക്കാണ്, സൃഷ്ടികളിൽ ഏറ്റവും അഷ്റഫായ ആള്. അതുകൊണ്ട് സൃഷ്ടികൾക്ക് അറിയാവുന്ന ഏത് ബഹുമാനം പറഞ്ഞാലും ഏറൂല. പക്ഷെ പടച്ചോനാണ് എന്ന് പറഞ്ഞ അപ്പം ഇന്ന് ചിലർക്ക് അങ്ങനെയാണ്, പടച്ചോനാന്നാണ് തോന്നി, അല്ലെ പടച്ചോൻ തന്നെയാണ്. സി എം വലിയുള്ളാനെ പറ്റി അടക്കം പറയാണ്, റസൂലുള്ളാഹിനെ പറ്റി തന്നെ പറയാൻ പറ്റൂല. ലാ തുത്റൂനി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഓവറാകരുത് കേട്ടോ. ലാ തുത്റൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്തി കമാ തുറത്തിൻ നസാറ ഈസബിനെ മറിയം, ഈസബിന് മറിയമിനെ അവർ പുകഴ്ത്തി പറഞ്ഞതുപോലെ ആകരുത്. എന്ന് പറഞ്ഞാൽ ഇലാഹാണെന്ന് പറയരുത്. എന്ന് പറഞ്ഞില്ലേ ഇമാം ബുസൈരി തങ്ങൾ. അതാ എത്ര മദ്ഹ് പറഞ്ഞാലും ഏറൂല പറഞ്ഞപ്പോ ഒരു ലൈൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ രേഖ അവിടെ വെക്കുകയാണ് ബുസൈരി. എന്ന് കരുതി പടച്ചോനാന്ന് പറയരുത് കേട്ടോ. നസാറാക്കൾ അവരുടെ നബിയെ പറ്റി പറഞ്ഞ അവിടെ എത്തുമ്പോൾ നിൽക്കണം, പിന്നെ മുന്നോട്ട് പോകരുത്. കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സൈദിനിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം പറഞ്ഞു, ഉദുനു മിന്നി. അബൂ സൈദാണ് ആള്, അൻസാരി സഹോദരനാണ്. അബൂ സൈദേ ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വാന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനാണ് അബൂ സൈദ്. ഒന്നിങ്ങ് അടുത്തേക്ക് വാന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഫമസഹ ബിയദിഹി അലാ റഅസിഹി വലഹിയതിഹി, തലയിലെ മുടിയിലും താടിയുടെ മുടിയിലും മുത്തുനബി ഒന്ന് തടവി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ടൊന്ന് തടവി. എന്നിട്ട് റസൂലുള്ളാഹി സുമ്മ ഖാല, നബി പറഞ്ഞു, അല്ലാഹുമ്മ ജമ്മിൽഹു വഅദിം ജമാല, അല്ലാഹുമ്മ ജമ്മിൽഹു വഅദിം ജമാല. പടച്ചോനെ, ഈ കുട്ടിക്ക് നീ നല്ല അഴക് കൊടുക്കണം. കാണാൻ നല്ല ചൊറുക്കുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ അഴക് നീ എന്നെന്നും ദായിമായി നിർത്തണം എന്ന് പറഞ്ഞു. എന്ത് രസമുള്ള താടി, എന്ത് രസമുള്ള തലമുടി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ജമ്മിൽഹു വഅദിം ജമാല. ബഹുമാനപ്പെട്ട ഇൽബാഉ ബിൻ അഹ്മറാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, ഫലഖദ് ബലഗ ബിദ്അം വമിഅത സന, 100 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടുണ്ട് അബൂ സൈദിനുൽ അൻസാരി. 100 ചില്ലാനം വയസ്സ് ജീവിച്ചിട്ടുണ്ട്, 110ന്റെ താഴെ. ബിദ്അം വമിയ, 100 ചില്ലാനം വയസ്സ് താമസിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. വമാ ഫീ റഅസിഹി വലഹിയതിഹി ബയാദ്, താടിയിലോ തലയിലോ ഒരു രോമം പോലും വെള്ളക്കമ്പിയായിരുന്നില്ല. വെളുത്ത കമ്പി പോലെ ഒരൊറ്റ രോമം ആ തലയിലുമില്ലായിരുന്നു, താടിയിലുമില്ലായിരുന്നു, തീരെ ഇല്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല നബ്ദുൻ യസീർ, അതെ കൂടുതലില്ലാന്നേ അപ്പം വരുള്ളൂ. ഇല്ല നബ്ദുൻ യസീർ, ഒരു പിടി എവിടെയോ ഉണ്ട്. അത് കാണാൻ മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 14 മുടി നരച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണും അല്ലേ. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ നരച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വായിക്കേണ്ടത്. കാരണം ഞാനൊരിക്കൽ, ഇപ്പോഴല്ല, ഇപ്പോൾ ഒക്കെ നരച്ചിട്ടുണ്ട്. നേരത്തെ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളം ചിലപ്പോൾ ആയിട്ടുണ്ടാവാം, എൻ്റെ മോനോടൊരിക്കൽ പറഞ്ഞു, അന്നിങ്ങനെ ഓരോ മുടികൾ ഇങ്ങനെ നരച്ചു വരുന്നുള്ളൂ, ഉള്ളിലൊക്കെ നരച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കണ്ടാൽ ആരും നരച്ചിട്ടുണ്ട് എന്ന് പറയില്ല. ഞാൻ പറഞ്ഞു, മോനെ വാപ്പച്ചിക്ക് എത്ര മുടി നരച്ചിട്ടുണ്ടെന്ന് എണ്ണി നോക്കിയാൽ. എണ്ണീറ്റ് പറഞ്ഞു, ഞാൻ തോറ്റു വാപ്പയായിരുന്നു, ഞാൻ തോറ്റു, എണ്ണിയാ തീരൂലാറും. കുറേ നരച്ചിട്ടുണ്ട്, പക്ഷെ ഒറ്റയൊന്നും പുറത്തേക്ക് കാണില്ല. അപ്പോൾ ആകെ 14 മുടി, അതും എത്രയോ മുടികൾ ഓൻ എണ്ണിയെടുത്തുന്നു. അപ്പോൾ ആകെ 14 മുടി നരച്ച ആളുടെ അവസ്ഥ എന്തായിരിക്കും? തീരെ നരച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സൗന്ദര്യം അള്ളാഹു നിലനിർത്തിയ രൂപമാണ്. വലഖദ് കാന മുംബസിതൽ വജ്ഹി, ഈ അബൂ സൈദിൽ അൻസാരിയുടെ മുഖവും തലയും താടിയൊക്കെ റസൂലുള്ളാഹി അന്ന് ആ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഒന്നിങ്ങനെ തടവിയിലെ, ആ തടവിയത് കൊണ്ട് തന്നെ വലഖദ് കാന മുംബസിതൽ വജ്ഹി, മുഖം നല്ല പ്രകാശിക്കുന്ന മുഖമായിരുന്നു, നല്ല പ്രസന്നമായ മുഖമായിരുന്നു. എത്രത്തോളം വലം യൻഖബിദ് വജ്ഹുഹു, വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് മുഖം ചുളിയുക അല്ലേ. തോലിങ്ങനെ ചുളിയല്ലോ വയസ്സാകുമ്പോൾ. വലം യൻഖബിദ് വജ്ഹുഹു, അവിടുത്തെ മുഖം ചുളിഞ്ഞിട്ടില്ലായിരുന്നു. ഹത്താ മാതാ, വഫാത്ത് വരെ ചുളിഞ്ഞിട്ടില്ലായിരുന്നു. നിബിതങ്ങളുടെ കൈത്തലപ്പിൻ്റെ ബറക്കത്താണത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഈ സെഷൻ കബൂലാക്കട്ടെ. ഈമാനുള്ളവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അടുത്ത സെഷനിൽ അവതരിപ്പിക്കാനുള്ളത് വളരെ മനോഹരമായൊരു വിഷയമാണ് സ്വലാത്ത്, ജീവിത വിജയം സ്വലാത്തിലൂടെ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞു പോകുമ്പം നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പകർത്താൻ പറ്റിയ
എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സമ്മാനങ്ങളുമായിട്ട് പോകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.